ഓ, കെട്ടിലമ്മ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ആളെ പറയിപ്പിക്കാനായിട്ട്. നാശം പിടിക്കാൻ ഇവൾ ഒറ്റ ഒരുത്തി കാരണമാ എന്റെ ജീവിതം ഇങ്ങനെ ആയത്. കണ്ടവന്മാരുടെ ഒക്കെ കൂടെ അയിഞ്ഞാടി നടക്കലല്ലേടി നിന്റെ പണി. ഇന്ന് ആർക്ക് കിടന്നു കൊടുക്കാനാടി നീ പോകുന്നത്? ആവണി രാവിലെ വീട്ടിൽ നിന്നും മാറ്റി റെഡിയായി പുറത്തേക്കിറങ്ങാൻ ഒരുങ്ങിയതും അമ്മയുടെ ശകാര വാക്കുകൾ അവൾക്ക് നേരെ വന്നു. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. എങ്ങനെ പോയാലും നീ നശിച്ചു പോവുകയേ ഉള്ളൂ. എന്റെ ശാപം അത്രയ്ക്ക് നിന്റെ തലമേലുണ്ടടി. മനസ്സിൽ തട്ടിയാ ഞാനീ പറയുന്നത്. നീ ഗുണം പിടിക്കില്ല. അമ്മയുടെ പ്രാക്ക് കേട്ടുകൊണ്ടാണ് ആവണി ഉമ്മറത്തേക്കിറങ്ങിയത്. എത്രയൊക്കെ ശകാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എല്ലാം കേട്ടില്ലെന്ന് വെച്ച് തല താഴ്ത്തി നടക്കാറാണുള്ളത്. കേട്ട് കേട്ട് ചെവി തായമ്പിച്ചത് കൊണ്ട് തന്നെ ആ ഭാഗം മൈൻഡ് ചെയ്യാറില്ല. എങ്കിലും ഇന്നിറങ്ങാൻ നേരവും അമ്മ നിർത്താതെ പ്രാഗിക്കൊണ്ടിരുന്നപ്പോൾ ആവണിക്കെന്തോ മനസ്സിന് വല്ലാതെ വിഷമം വന്നു. എത്രത്തോളം മനസ്സ് കല്ലാക്കി വെച്ചു എന്ന് പറഞ്ഞാലും ആർക്കായാലും പിടിവിട്ടു പോകുന്ന ഒരു സമയമുണ്ടാവില്ലേ? അതുപോലെ തന്നെ അമ്മയോട് രണ്ട് തിരിച്ചു പറയാൻ ആവണിക്ക് നാവിൽ വന്നു. മുറ്റത്തേക്കിറങ്ങിയ ആവണി തിരിച്ചകത്തേക്ക് തന്നെ കയറി. അമ്മ അപ്പോൾ അടുക്കളയിൽ പാത്രങ്ങളോട് മല്ലിടുകയായിരുന്നു. ബാഗ് തോളിലിട്ട് ആവണി അടുക്കളയിലേക്ക് എത്തിയതും അമ്മ അവളെ ഒന്ന് നോക്കി. ശേഷം അവളോടുള്ള ദേഷ്യം തീർക്കാൻ എന്ന പോലെ അടുപ്പിനരികിൽ വെച്ചിരിക്കുന്ന വെള്ളമില്ലാത്ത കുടമെടുത്ത് ഒരൊറ്റ ഏറ് കൊടുത്തു. ചെവി പൊട്ടുമാറുച്ചത്തിൽ ആ സ്റ്റീൽ കുടം നിലത്ത് വീണ് ഉരുണ്ടുരുണ്ട് പോയി. അമ്മേ, വന്ന അന്നു മുതൽ ഞാനിത് കേൾക്കുന്നു. കേട്ട് കേട്ട് എനിക്ക് തന്നെ ശീലമായതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പ്രതികരിക്കാത്തത് എന്ന് കരുതി എന്തും എപ്പോഴും വിളിച്ചു പറഞ്ഞാൽ കേട്ടു നിൽക്കാനുള്ള ബാധ്യത എനിക്കില്ല. അമ്മ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. ആവണി അത് പറഞ്ഞതും അമ്മ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വലിയ സ്റ്റീൽ പാത്രം കൂടെ ഒരൊറ്റ ഏറ് കൊടുത്തു. എന്താടി നീ പറഞ്ഞത്? മാന്യത പഠിക്കണമെന്നോ? മര്യാദ ഉള്ളവരോടല്ലേ മാന്യമായിട്ട് പെരുമാറേണ്ടതുള്ളൂ. കണ്ടവന്റെ കൂടെയൊക്കെ കിടക്കാൻ പോകുന്ന നിന്നോട് പിന്നെ ഞാൻ ഇതിൽ കൂടുതൽ എന്ത് മാന്യതയാടി കാണിക്കേണ്ടത്? സ്വന്തം അമ്മയുടെ നാവിൽ നിന്ന് തന്നെ അങ്ങനെ കേൾക്കേണ്ടി വന്നപ്പോൾ ആവണിക്ക് പിന്നെ മറുത്തൊന്നും പറയാനായില്ല. അവൾ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിന്റെ ഒരു വലിയ തുള്ളി അവൾ അറിയാതെ വീണുപോയി. അമ്മയോടൊന്നും എതിർത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ വിധി അത് വിചാരിച്ച് അവൾ പറയാൻ വന്നതൊന്നും പറയാതെ തിരിഞ്ഞു നടക്കുമ്പോൾ പുറകിൽ നിന്ന് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. നാശം പിടിച്ചവൾ, കൊലപാതകി, കുടുംബത്തിന്റെ പേര് നശിപ്പിച്ചവൾ, അണിഞ്ഞൊരുങ്ങി പോവുകയാവൾ എന്നിട്ട് ആർക്കോ കിടന്നു കൊടുക്കാൻ വേണ്ടി. മുന്നോട്ട് നടക്കുമ്പോഴും ചെവിയിൽ കേൾക്കുന്നത് അമ്മയുടെ അസഭ്യം പറച്ചിലാണ്. എല്ലാം കൂടെ കേട്ടപ്പോൾ സമനില തെറ്റുന്ന പോലെ ആവണിക്ക് തോന്നി. ഞാൻ എനിക്കിഷ്ടമുള്ളവരോടൊപ്പം കിടക്കും. നിങ്ങൾക്ക് എന്താ തള്ളേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോ ചെയ്യേ, അല്ലെങ്കിൽ എന്നെ അങ്ങ് കൊല്ല്. ആവണി അമ്മയ്ക്ക് മുന്നിൽ നിന്ന് അത്യധികം ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അമ്മ ഒരു പൊടിക്ക് അടങ്ങിപ്പോയിരുന്നു. കാരണം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെയല്ല, അവൾ അത്രയ്ക്ക് ദേഷ്യത്തിലാണെന്ന് അമ്മയ്ക്ക് തോന്നി. അതും പറഞ്ഞ് ആവണി അമ്മയെ രൂക്ഷമായൊന്നു നോക്കി. അമ്മ അപ്പോൾ നിന്ന് കിതയ്ക്കുകയായിരുന്നു. അമ്മയാണെങ്കിലും ആവണിക്കിപ്പോൾ അമ്മയെ തീരെ ഇഷ്ടമില്ലാതായിരിക്കുന്നു. കാരണം അവളോടുള്ള അമ്മയുടെ പെരുമാറ്റം ഇപ്പോൾ അത്രയ്ക്ക് മോശമാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടും ചില സമയത്ത് അമ്മയുടെ വെറുപ്പ് നിറഞ്ഞ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ ആവണിക്ക് നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നും. സങ്കടം കാരണം ഏത് സമയവും നെഞ്ചിനുള്ളിൽ വല്ലാതെ ഒരു കിതപ്പാണ്. എങ്കിലും ഒന്നും പറയാതെ വേദന കടിച്ചമർത്തി അവൾ മിണ്ടാതിരിക്കും. എന്നാലും അമ്മ പിറകെ നടന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയും അവിടെ നിന്നാൽ അമ്മയുടെ വായിൽ നിന്ന് വീണ്ടും കേൾക്കേണ്ടി വരുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആവണി വേഗം വീട്ടിൽ നിന്നിറങ്ങി. സ്വന്തം തന്തയെ കത്തിക്ക് വെട്ടിയ നീ ഇനി ഒരിക്കലും ഗുണം പിടിക്കില്ലടി. നീ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അത് കാണും, നിന്റെ നാശം. ഇടവഴിയിലേക്ക് കാലെടുത്തു വെക്കുമ്പോഴും ആവണി കേട്ടു വീട്ടിനുള്ളിൽ നിന്ന് അമ്മയുടെ അലർച്ച. അവരുടെ ശാപവാക്കുകൾ അവളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി. പലപ്പോഴും പലരിൽ നിന്നും കേൾക്കുന്നതാണ് തന്തയെ വെട്ടിയവൾ എന്ന ചീത്തപ്പേര്. ഒരിക്കലും മാഞ്ഞു പോകാത്ത പേര്. പക്ഷേ ആ പേരെങ്ങനെ വന്നു എന്ന യാഥാർത്ഥ്യം അവൾക്ക് മാത്രമേ അറിയാവൂ. അല്ലെങ്കിൽ അവളെ അറിയുന്ന ചുരുക്കം ചിലർക്കും. അച്ഛനെ കത്തികൊണ്ട് വെട്ടി എന്ന് പറയുന്നു. പക്ഷേ അച്ഛനെന്ന് പറയുന്നത് ആവണിയുടെ സ്വന്തം അച്ഛനല്ല. അവളുടെ അച്ഛന്റെ മരണശേഷം അമ്മ രണ്ടാം വിവാഹം ചെയ്ത ആളാണ്. അമ്മക്ക് പറ്റിയ കൂട്ടായിരുന്നു അയാളെങ്കിലും ആവണിയോട് അയാൾക്ക് മോശം കണ്ണുണ്ടായിരുന്നു. ഭാര്യയുടെ ആദ്യ ഭർത്താവിലുള്ള മോളെ സ്വന്തം മോളെപ്പോലെ കാണേണ്ട സ്ഥാനത്ത് അയാൾ കണ്ടത് വൃത്തികെട്ട കണ്ണുകൊണ്ടായിരുന്നു. എപ്പോഴും അവളുടെ ശരീരഭാഗങ്ങളും മറ്റും വീക്ഷിച്ചുകൊണ്ടായിരുന്നു അയാളുടെ നടപ്പ്. എന്നാൽ ഇതൊന്നും അറിയാതെ ആവണിക്ക് അയാളെ ജീവനോളം ഇഷ്ടമായിരുന്നു. അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് ആവണി എപ്പോഴും അയാളുടെ പിറകെ ആയിരുന്നു. കാരണം അയാൾ തന്നോട് കാണിക്കുന്ന സ്നേഹം അത്രയും ശുദ്ധമാണെന്നായിരുന്നു അവളുടെ തോന്നൽ. സ്വന്തം അച്ഛന് തരാൻ കഴിയാതെ പോയ സ്നേഹം അയാളിൽ നിന്ന് കിട്ടുമ്പോൾ സ്വന്തം അച്ഛനാണെന്ന് തന്നെ കരുതിപ്പോയി. എന്നാൽ അന്നൊരു ദിവസം രാത്രിയാണ് കഥകളെല്ലാം മാറി മറിഞ്ഞത്. അമ്മയുടെ കുടുംബശ്രീയിൽ നിന്നും പെണ്ണുങ്ങളുടെ കൂടെ ടൂറിന് പോയി വരാൻ വൈകിയ ആ ദിവസം മലമ്പുഴ ഡാം കാണാൻ പോയ അമ്മയുടെ കുടുംബശ്രീ അംഗങ്ങൾ എത്താൻ രാത്രി 12 മണിയാകുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അമ്മ വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കാമെന്ന് കരുതി ആവണി നേരത്തെ കയറി കിടന്നു. ഒപ്പം രണ്ടാനച്ഛനായ അയാളും ഉണ്ടായിരുന്നു വീട്ടിൽ.
അച്ഛൻ കൂട്ടിനുണ്ടല്ലോ, പേടിക്കാനൊന്നുമില്ലല്ലോ എന്ന് ആശ്വസിച്ചിരുന്ന ആ പാവം പെൺകുട്ടിക്കരികിലേക്ക് അച്ഛൻ തന്നെ വില്ലനായി കടന്നു വരുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഉറക്കത്തിൽ ദേഹത്തുകൂടെ എന്തോ ഒന്ന് നീങ്ങുന്ന പോലെ തോന്നിയപ്പോഴാണ് ആവണി ഞെട്ടി ഉണർന്നത്. പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ അവളുടെ ഹൃദയം നുറുങ്ങിയ നിമിഷമായിരുന്നു അത്. അവളെ കയറി പിടിച്ചുകൊണ്ട് അയാൾ കട്ടിലിലേക്ക് കയറിക്കിടന്നു. പേടിയോടെ തട്ടിമാറ്റി ഓടാൻ നോക്കിയതും അയാൾ പിറകിലൂടെ വന്ന് ചേർത്തു പിടിച്ചു. തണ്ടും തടിയുമുള്ള ആണൊരുത്തന്റെ ബലത്തിനു മുൻപിൽ ഒന്ന് കുതറി ഓടാൻ പോലും കഴിയാതെ ആ 20 വയസ്സുകാരി പെൺകുട്ടിക്ക് തന്റെ എല്ലാം നഷ്ടമായ ദിവസം എല്ലാം കഴിഞ്ഞ് വസ്ത്രങ്ങൾ വാരിക്കൂട്ടി പൊട്ടിക്കരയുമ്പോഴും മനസ്സിന് വിശ്വസിക്കാനാകുന്നില്ലായിരുന്നു. അച്ചായെന്ന് വിളിച്ച് പിറകെ നടന്ന് താൻ സ്നേഹിച്ച ആള് തന്നെയാണ് തന്റെ മാനം കവർന്നെടുത്തതെന്ന്. എല്ലാം കഴിഞ്ഞെണീക്കുമ്പോൾ ദുഷ്ടനായ അയാൾ തന്റെ മുന്നിൽ ഒരു താക്കീത് വെച്ചു. ഇനി എന്നും അയാൾക്ക് തോന്നുമ്പോഴൊക്കെയും കിടന്നു കൊടുക്കണമെന്നും അല്ലെങ്കിൽ അമ്മയെയും തന്നെയും ജീവനോടെ കുഴിച്ചു മൂടുമെന്നുമാണ് അയാൾ പറഞ്ഞത്. അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും നേരെ ഓടിയത് ബാത്റൂമിലേക്കാണ്. ഷവർ തുറന്നിട്ട് ഷവറിനടിയിൽ നിന്ന് കുറേ നേരം കരഞ്ഞു. സോപ്പും ചെറുപയർ പൊടിയും ചകിരിയും എല്ലാം ഇട്ട് തേച്ചിട്ടും ദേഹത്തെ അഴുക്ക് മാറാത്ത പോലെ. കുളിമുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരാൻ പോലും പേടിയാകുന്ന വിധത്തിൽ മുഖം പൊത്തിപ്പിടിച്ച് തണുത്തുകൊണ്ടേറെ നേരം നിന്നു. കുറെ നേരത്തെ പൊട്ടിക്കരച്ചിലിന് ശേഷം തനിക്ക് വിഷമം താങ്ങാനാവുന്നില്ല, തല കറങ്ങുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഒരു വിധത്തിൽ ഡ്രസ്സ് മാറി കട്ടിലിലേക്ക് വന്നു വീണത്. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ അവൾ പിന്നെ എണീറ്റത് പിറ്റേന്നാണ്. അപ്പോഴേക്കും അമ്മ വീട്ടിലെത്തിയിരുന്നു. നേരം പുലർന്നെണീറ്റപ്പോഴും ആ രാത്രിയിലെ പേടി മാറിയിട്ടില്ലായിരുന്നു. അടുക്കളയിൽ അമ്മയുടെ സംസാരം കേട്ട് അമ്മക്കരികിലേക്ക് ഓടിയപ്പോഴാണ് അമ്മയുടെ അരികിലായി അയാൾ നിൽക്കുന്നത് കണ്ടത്. തലേ ദിവസം രാത്രി മോൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തെന്നും നീ ടൂറിന് പോയിട്ടല്ലേ നിനക്കുള്ളത് ഇന്ന് വാങ്ങിത്തരാമെന്നും അമ്മയോട് അയാൾ കിന്നാരം പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും ഷോക്കേറ്റ പോലെ നിന്നുപോയി. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് കാപട്യം കാണിക്കാൻ കഴിയുമോ? ഇങ്ങനെ കള്ളനാടകം കാണിക്കാൻ കഴിയുമോ? അറിയില്ല. ഇങ്ങനെ കള്ളനാടകം കാണിക്കാൻ കഴിയുമോ? അറിയില്ല. അയാൾ ജീവിതത്തിൽ എന്ത് വലിയ അഭിനേതാവാണെന്ന് ഓർത്തുപോയ നിമിഷമായിരുന്നു അത്. അയാളുടെ സാമീപ്യം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അമ്മയോടൊന്നും തുറന്നു പറയാൻ കഴിഞ്ഞില്ല. എങ്കിലും അയാളില്ലാത്തൊരു സമയം നോക്കി അമ്മയോട് അവൾ കാര്യം പറഞ്ഞു. എന്നാൽ അവളുടെ മനസ്സിനെ വീണ്ടും വിഷമിപ്പിച്ച പ്രതികരണമായിരുന്നു അമ്മയുടെ അടുക്കൽ നിന്നും വന്നത്. ഞാൻ കുറച്ചായിട്ട് ശ്രദ്ധിക്കുന്നു, നിനക്ക് അദ്ദേഹത്തിനോട് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട്. എനിക്കറിയാം കാര്യം എന്താണെന്ന്. ആ പാവം മനുഷ്യൻ നിന്റെ സ്വന്തം തന്തയല്ല, അങ്ങേരെ സ്നേഹിക്കരുതെന്ന് നിന്റെ അച്ഛന്റെ വീട്ടുകാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. നീ വല്യച്ഛനെയും വല്യമ്മയെയും ഒക്കെ കാണാൻ പോയി വന്ന ശേഷം ഞാൻ നിന്റെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നിനക്ക് അദ്ദേഹത്തിനോടൊരു ദേഷ്യം. അവർ എന്തെങ്കിലും കുനിഷ്ടു പറഞ്ഞു തന്നു കാണും. ഇതൊന്നും എന്റെ അടുത്ത് നടക്കില്ല മോളെ. ഒരാളോട് വെറുപ്പുണ്ടെന്ന് വെച്ച് ഇങ്ങനെ മോശമായ കാര്യങ്ങളൊക്കെ ആളുടെ തലയിലെടുത്ത് വെക്കാമോ? നിന്നെ നിന്റെ അച്ഛനേക്കാളും സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ. സ്വന്തം മോളല്ലെന്ന് അദ്ദേഹം ഇന്ന് വരെ കരുതിയിട്ടില്ല. നീ ഇങ്ങനെ പറഞ്ഞുവെന്നറിഞ്ഞാൽ ആ മനസ്സ് എത്ര വിഷമിക്കുമെന്ന് നിനക്കറിയാമോ? അമ്മ അയാളുടെ നന്മ പറഞ്ഞ് അവളെ ഉപദേശിക്കുകയാണുണ്ടായത്. അമ്മയുടെ നെഞ്ചോരം ചേർന്ന് ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആവാതെ നിസ്സഹായയായി അവൾ നിന്നു. ഒരു വിഷമമുണ്ടാകുമ്പോൾ ചേർത്ത് നിർത്തേണ്ട ആൾ, താങ്ങി തണൽ തരേണ്ട അമ്മ തന്നെ അവളെ കയ്യൊഴിഞ്ഞ് അവളെ നശിപ്പിച്ച ആളിന്റെ ഭാഗം ചേർന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവൾക്ക് കേട്ടു നിൽക്കാനാവുക? മനസ്സ് കല്ലാക്കി വെച്ച് അവൾ അമ്മയുടെ പ്രതികരണം അത്രയും കേട്ടു. പിന്നെ ഒന്നും പറയാതെ അവൾ മൗനം പാലിച്ചു. എന്നാൽ പിന്നീടും അയാളുടെ തോണ്ടലും തൊടലുമൊക്കെ തുടങ്ങിയപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു. പക്ഷേ അമ്മ അവളെ വഴക്ക് പറഞ്ഞൊതുക്കി. പിന്നെ പലപ്പോഴായി അതിന് ശ്രമിക്കുമ്പോഴും അമ്മയുടെ വാക്കുകൾക്ക് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ അയാളിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് തന്നെയാണ് പെരുമാറിയത്. വീട്ടിൽ അയാളുടെ അഭിനയത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അയാളുടെ തേനേ പാലേ വിളിയും വളരെ മാന്യനായി നിന്നുകൊണ്ടുള്ള അഭിനയവും കാണുമ്പോൾ ആവണിക്ക് വല്ലാതെ ദേഷ്യം വരുമായിരുന്നു. സ്വന്തം അമ്മയോട് പോലും പറയാനാവാതെ, പറഞ്ഞാൽ വിശ്വസിക്കാതെ ആ വീട്ടിൽ അവൾ കഴിച്ചുകൂട്ടി. എപ്പോഴും പേടിയായിരുന്നു. അയാളെ കാണുമ്പോഴൊക്കെയും ശരീരം വിറയ്ക്കുമായിരുന്നു. എങ്കിലും അയാൾ പറഞ്ഞ പോലെ ഇനി ഒരിക്കൽ കൂടി കിടന്നു കൊടുക്കേണ്ടി വന്നാൽ താൻ ജീവനോടെ ഉണ്ടായിരിക്കില്ലെന്ന് ആവണി ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം വൈകിട്ട് ക്ലാസ് കഴിഞ്ഞു വന്നപ്പോൾ ആവണിയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും അയാളുടെ കടന്നുപിടുത്തമുണ്ടായത്. കോളേജിൽ നിന്ന് വന്ന് റൂമിന്റെ വാതിൽ ലോക്ക് ചെയ്ത് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർട്ടന് പിറകിൽ ഒളിച്ചു നിന്നിരുന്ന അയാൾ അവളെ വീണ്ടും കയറി പിടിച്ചത്. അയാൾക്ക് വഴങ്ങിക്കൊടുക്കാതെ അയാളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പുറത്തേക്കോടാൻ നോക്കിയപ്പോഴേക്കും അയാൾ പിറകെ എത്തിയിരുന്നു. അടുക്കള വശം വഴി ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴാണ് അയാൾ അടുക്കളയിലേക്ക് വന്ന് കയറി പിടിച്ചത്. അപ്പോഴും അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. വേറൊരു വഴിയുമില്ലാതെ നിസ്സഹായായ ആ പെൺകുട്ടി തന്റെ മാനത്തിനു വേണ്ടി അത് ചെയ്തുപോയി. അതെ, അവൾ അന്ന് അയാൾക്കൊരു സമ്മാനം നൽകി. കയ്യിൽ കിട്ടിയ വെട്ടുകത്തിയാൽ അവൾ അയാളെ വെട്ടി. നിർഭാഗ്യവശാൽ അതിൽ അയാൾ മരണപ്പെട്ടു. തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതായതുകൊണ്ട് തന്നെ കോടതി അവളുടെ മാനത്തിനും പ്രായത്തിനും വില കൽപ്പിച്ച് ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു. 5 വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നെങ്കിലും ശിക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ അമ്മ വിളിച്ച പോലുള്ള വിളികളായിരുന്നു ബാക്കി.
കൊലപാതകി, മാനം നശിച്ചവൾ, തന്തയെ കൊന്നവൾ, അങ്ങനെ പലതും കേട്ടു. നാട്ടുകാരല്ലേ, നാട്ടുകാരുടെ സ്വഭാവത്തിന് മാറ്റമൊന്നും കാണില്ലല്ലോ. ഒരാളെ കുത്തി നോവിക്കാൻ കിട്ടുന്ന ചാൻസ് ആരായാലും മുതലെടുക്കാൻ നോക്കില്ലേ. ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ശേഷമാണ് അവൾ വീട്ടിലേക്ക് ചെന്നത്. ജയിലിലായിരുന്ന സമയത്ത് അമ്മയുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. ഒരിക്കൽ പോലും അമ്മ കാണാൻ വന്നിട്ടുമില്ല. അമ്മയുടെ കെട്ടുതാലി അർത്ഥ മോളെ എങ്ങനെ കാണാൻ വരും? വിഷമം കൊണ്ടും സങ്കടം കൊണ്ടുമായിരിക്കും കാണാൻ വരാത്തത് എന്ന് കരുതി ആവണി മനസ്സിൽ സമാധാനിക്കുമായിരുന്നു. എന്നാൽ ശിക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അമ്മയ്ക്ക് തന്നോടുള്ള വെറുപ്പ് എത്രമാത്രം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായത്. അവര് താമസിക്കുന്ന വീട് അവളുടെ അച്ഛന്റെ പേരിലായതുകൊണ്ട് തന്നെ അവളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ അമ്മയ്ക്കാവില്ലായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് മാത്രം ആവണി ആ വീട്ടിൽ കടിച്ചു പിടിച്ചു നിന്നു. രാവിലെ നേരം വെളുത്ത് കണ്ണു തുറക്കുമ്പോൾ കേൾക്കാം അമ്മയുടെ പ്രാക്ക്. എത്ര സമയം താൻ ആ വീട്ടിലിരിക്കുന്നുവോ അത്രയും സമയം അത് തന്നെ കേൾക്കണം. ജയിലിൽ നിന്ന് വന്നിട്ട് ആകെ 1 മാസമായതേ ഉള്ളൂ എങ്കിലും അവൾക്ക് ആകെ മടുത്തിരുന്നു. എങ്ങോട്ടു പോകും, എന്തു ചെയ്യും അറിയില്ല. എത്ര ദിവസം അമ്മയുടെ ചീത്തവിളിയും കേട്ട് ഇങ്ങനെ ഇരിക്കും. ഇന്നലെയും ഇന്നുമാണിപ്പോ പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയത്. ഇന്നലെ ടൗണിലെ ബസ് സ്റ്റാൻഡിലും ബീച്ചിലും ഒക്കെ പോയിരുന്ന് സമയം നീക്കി. ഇന്നിനി എങ്ങോട്ട് പോകും? എവിടെയെങ്കിലും പോയൊരു ജോലി സംഘടിപ്പിക്കണം. പക്ഷേ കൊലപാതകിയല്ലേ താൻ. ഒരു ജയിൽ റെക്കോർഡ്സ് ഉള്ള തനിക്ക് എവിടെ നല്ല ജോലി കിട്ടും? കരുതിക്കൂട്ടി ചെയ്തതല്ല, ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ട് ചെയ്തതുമല്ല. അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്കെന്ന പോലെ വെട്ടിപ്പോയതാണ്. ഇതിലും നല്ലത് അയാളുടെ കൈകൊണ്ട് മരിക്കുന്നതായിരുന്നു. മറ്റുള്ളവർ കളിയാക്കുന്നെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ജന്മം നൽകിയ സ്വന്തം അമ്മ തന്നെ ഇങ്ങനെ പ്രാഗി കൊല്ലുമ്പോൾ എന്ത് ചെയ്യും ദൈവമേ? ഇടവഴിയിലൂടെ നടക്കുമ്പോഴും ആവണിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയായിരുന്നു. കേവലം 25 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി സ്വന്തം വീട്ടിലല്ലാതെ മറ്റെവിടെ പോയി സുരക്ഷിതയായി താമസിക്കും? അറിയില്ല. എന്തായാലും വീട്ടിലേക്ക് തിരികെ ചെല്ലണമെന്ന് ആഗ്രഹമില്ല. താൻ വന്നില്ലെങ്കിലും അമ്മ വിഷമിക്കുകയൊന്നുമില്ല. തലേ ദിവസം രാത്രി അടുക്കളയിലേക്ക് കുടിക്കാനായി വെള്ളം എടുക്കാൻ പോകുമ്പോൾ അമ്മ ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് കേട്ടിരുന്നു. സംസാരം കേട്ടിട്ട് അമ്മയ്ക്ക് ആരോ ആയിട്ട് പുതിയ ബന്ധമുണ്ടെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ അമ്മയ്ക്ക് വേറെ കല്യാണം കഴിക്കണമായിരിക്കും. അതിന് കൊലപാതകിയായ മോള് വീട്ടിലുണ്ടായാൽ ഒരു തടസ്സമാകുമെന്ന് കരുതിയായിരിക്കും തന്നോടിങ്ങനെ മോശമായി പെരുമാറുന്നത്. എന്തായാലും അമ്മയ്ക്ക് തന്നോട് ഒട്ടും ഇഷ്ടമില്ലെന്ന് ഉറപ്പിക്കാനായി. വന്നിട്ട് ഇതുവരെ ഒരു ഗ്ലാസ് വെള്ളം പോലും അമ്മയുടെ കൈകൊണ്ട് തന്നിട്ടില്ല. അതുകൊണ്ട് അമ്മ ഇനി അമ്മയുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. ഒരു തടസ്സമായി താൻ ആ വീട്ടിലേക്കില്ല. റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ആളുകൾ ഉള്ളിടത്ത് പേടിക്കാതെ ഇരുന്ന് നേരം വെളുപ്പിക്കാം. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ജോലി കണ്ടെത്തണം. കിടന്നുറങ്ങാൻ ഒരു ലേഡീസ് ഹോസ്റ്റലും വാടക കൊടുക്കാൻ പാകത്തിന് ഒരു ജോലിയും മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. പാത്രം കഴുകാനാണെങ്കിൽ അങ്ങനെ, ക്ലീനിങ് ആണെങ്കിൽ അങ്ങനെ, എന്തും ചെയ്യാൻ തയ്യാറാണ്. ഓരോന്നാലോചിച്ചുകൊണ്ട് ആവണി നടന്ന് ബസ് സ്റ്റോപ്പ് എത്തിയത് അറിഞ്ഞില്ല. അവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കും ഒരു ബസ് വന്ന് അവിടെ നിർത്തിയിരുന്നു. അവൾ വേഗത്തിൽ ആ ബസ്സിൽ കയറി. ടിക്കറ്റ്. കണ്ടക്ടർ വന്ന് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ അറിയില്ലായിരുന്നു. എങ്കിലും അവൾ ടൗണിലേക്ക് ടിക്കറ്റ് എടുത്തു. ബസിന്റെ സീറ്റിൽ അങ്ങനെ ഇരിക്കുമ്പോഴും അവളുടെ മനസ്സും ചിന്തകളും മറ്റെവിടെയോ ആയിരുന്നു. ആ ചിന്തകൾ അവളെ കൊണ്ടെത്തിച്ചത് റെയിൽവേ സ്റ്റേഷനിലാണ്. എങ്ങോട്ടും പോകാനല്ലെങ്കിലും വെറുതെ പോയി ഇരിക്കാമെന്ന് കരുതിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നല്ല തിരക്കാണ്. നിറയെ ആളുകളുണ്ട്. അതിനിടയിലൂടെ അവളും നടന്നു ചെന്ന് 2ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഇരിപ്പിടത്തിലിരുന്നു. ചുറ്റും ആളുകൾ, വലിയ ബാഗുകളുമായി യാത്ര പോകുന്നവർ, കുടുംബവും കുട്ടികളുമായി യാത്ര പോകുന്നവർ, ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് പോകുന്നവർ. പലരെയും വീക്ഷിച്ചുകൊണ്ട് അവൾ ആ കസേരയിലിരുന്നു. എല്ലാവരുടെ മുഖത്തും സന്തോഷം മാത്രം കണ്ടപ്പോൾ ആവണിയുടെ കണ്ണു നിറഞ്ഞു. താൻ മാത്രം ഒറ്റയ്ക്കിങ്ങനെ. തുളുമ്പി വന്ന കണ്ണുനീരിനെ അമർത്തി തുടച്ചുകൊണ്ട് അവൾ ട്രെയിനുകളിലേക്ക് നോക്കിയിരുന്നു. തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടുമുള്ള ട്രെയിനുകൾ ഒരുപാട് പോയി. പക്ഷേ എങ്ങോട്ട് പോകണമെന്നറിയാതെ ആവണി മാത്രം അവിടെ ഇരിക്കുകയായിരുന്നു. കുറെ നേരം വെയിറ്റിംഗ് റൂമിലും കുറെ നേരം പ്ലാറ്റ്ഫോമിലുമൊക്കെയായി അവൾ സമയം ചെലവഴിച്ചു. ചിന്തിച്ചു കൂട്ടാൻ കുറെ ഉള്ളതുകൊണ്ട് തന്നെ സമയം പെട്ടെന്ന് പോയി. വൈകുന്നേരം 4 മണി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കോളേജ് കുട്ടികളുടെ തിരക്കായി. കാരണം അന്ന് വെള്ളിയാഴ്ചയാണ്. 2 ദിവസം ലീവായതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുന്ന കുട്ടികളുണ്ടാകും. മോളെ ആവണി. ആ തിരക്കും നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് പെട്ടെന്നൊരു വിളി വന്നത്. പരിചയമില്ലാത്ത ശബ്ദമായതുകൊണ്ട് തന്നെ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. കണ്ടാൽ അല്പം പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യനാണ് അവളെ വിളിച്ചത്. അവൾ തിരിഞ്ഞപ്പോൾ അയാൾ അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ അതാരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും തന്റെ പേര് വിളിച്ചതുകൊണ്ട് തന്നെ അറിയുന്ന ആരോ ആണെന്ന് അവൾക്ക് തോന്നി. മോൾക്ക് എന്നെ മനസ്സിലായില്ലേ? അയാൾ ചോദിച്ചപ്പോൾ ആവണി അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. അയാളോട് എന്തു പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാര്യം അവൾക്ക് അയാളെ പിടികിട്ടിയിട്ടില്ലായിരുന്നു. ഇല്ലല്ലോ, ആരാ? അവൾ മെല്ലെ ചോദിച്ചു. മോളെ എന്നെ അറിയില്ലേ? ഞാൻ നിന്റെ അച്ഛന്റെ മാമനാ, ഒറ്റപ്പാലത്തുള്ള ഗോപാലമാമൻ. അയാൾ അത് പറഞ്ഞപ്പോഴാണ് ആവണിക്ക് പെട്ടെന്ന് ഓർമ്മ തോന്നിയത്. അതെ, അച്ഛന്റെ മാമനായ ഗോപാലമാമൻ. തന്റെ ഓർമ്മയ്ക്ക് ഇതെന്താണ് പറ്റിയത്? എണ്ണം പറയാൻ അച്ഛനാകെ ഒരു മാമനേ ഉള്ളൂ.
കുഞ്ഞുനാളിൽ അച്ഛന്റെ കൂടെ ഞാൻ എത്രയോ തവണ മാമന്റെ വീട്ടിൽ പോയിരിക്കുന്നു. എന്നിട്ടും പെട്ടെന്ന് കണ്ടപ്പോൾ ആളെ മനസ്സിലായില്ല. ജീവിതത്തിൽ സങ്കടക്കടൽ ആർത്തിരമ്പുകയായതുകൊണ്ട് തന്നെ എന്തൊക്കെയോ മറന്നുപോയിരിക്കുന്നു. ആവണി അയാളെ നോക്കി. അയ്യോ അറിയാം, പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലാവായിട്ടാണ്. ആവണി അമ്മാവനോട് പറഞ്ഞു, ഞാനേ ഗുരുവായൂർ പോയിട്ട് വരുന്ന വയ്യാ. സുഖാണോ മോളെ നിനക്ക്? ചോദിക്കുന്നതിൽ വിഷമമുണ്ട്, എന്നാലും അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നീ എപ്പോഴാ പുറത്തിറങ്ങിയത്? അമ്മാവൻ അത് ചോദിച്ചപ്പോൾ ആവണിക്ക് പെട്ടെന്ന് എന്തോ പോലെയായി. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജയിൽപ്പുള്ളി ആയതുകൊണ്ട് തന്നെ എപ്പോൾ ഇറങ്ങിയെന്ന് ആളുകൾ ചോദിക്കുമല്ലോ. ഞാനൊരു മാസമായി വന്നിട്ട്. ആവണി മടിയോടെ പറഞ്ഞു. കുഞ്ഞെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ ചോദിച്ചതല്ല കേട്ടോ. ആവണിയുടെ മുഖം പെട്ടെന്ന് മാറിയത് കണ്ടതുകൊണ്ടായിരിക്കണം. അമ്മാവൻ അപ്പോൾ അവളോട് പറഞ്ഞു, സാരമില്ല, ആ ചോദ്യം ഇറങ്ങിയ ശേഷം പതിവാണ്. മാമന് സുഖമല്ലേ? ആവണി അമ്മാവനോട് ചോദിച്ചു. സുഖമാണ് മോളെ, അങ്ങനെ പോകുന്നു. സുരേന്ദ്രൻ മരിച്ചെങ്കിലും അവന്റെ മുഖച്ഛായ തന്നെയാ മോൾക്ക്. മോളെ കാണുമ്പോൾ എനിക്ക് അവനെ കാണുന്ന പോലെ തോന്നുന്നു. പാവായിരുന്നു നിന്റെ അച്ഛൻ, പഞ്ചപാവം. പക്ഷേ നിന്റെ അമ്മ ഉണ്ടല്ലോ, അവൾക്ക് അവന്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവള് പലരുമായി ബന്ധം വെച്ച് പുലർത്തിയത് കൊണ്ടാ അവൻ ആത്മഹത്യ ചെയ്തത്. മരിക്കുന്നതിന് കുറച്ചു ദിവസം മുൻപ് എന്നോട് അവൻ എല്ലാം തുറന്ന് സംസാരിച്ചിരുന്നു. അമ്മാവൻ അത് പറഞ്ഞപ്പോൾ ആവണി ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. എന്ത്, തന്റെ അച്ഛന്റെ മരണത്തിന് കാരണം അമ്മയാണെന്നോ? അവൾക്ക് അവളുടെ നെഞ്ചു പൊള്ളുന്ന പോലെ തോന്നി. അമ്മാമ്മ വെറുതെ പറയുന്നതല്ല കേട്ടോ, മോള് മനസ്സിലാക്കി വെക്കണം. അമ്മയ്ക്കരികിൽ സുരക്ഷിതമായ ഒരു ജീവിതം മോൾക്കുണ്ടാകുമോ എന്നൊന്നും അമ്മാമ്മയ്ക്ക് അറിയില്ല. എങ്കിലും പറയുകയാണ്, അവൾക്ക് പല ബന്ധങ്ങളുമുണ്ട്. പൈസ കണ്ടാൽ അവൾ അതുള്ളടത്തേക്ക് ചായും. അമ്മയുടെ കെട്ടിയോനെ മോൾക്ക് വെട്ടിക്കൊല്ലേണ്ടി വന്നത് തന്നെ അമ്മയുടെ പിടിപ്പുകേട് കൊണ്ടാ. പൈസ കണ്ട ഏതെങ്കിലും ഒരുത്തനെ കല്യാണം കഴിച്ച് വീട്ടിൽ പാർപ്പിക്കുമ്പോൾ അവൾ ഓർക്കണമായിരുന്നു അവൾക്ക് പ്രായപൂർത്തിയായ ഒരു മകളുണ്ടെന്ന്. അതിനവളെങ്ങനെ ഓർക്കാനാ? അവൾ പൈസ കണ്ട് മറ്റൊരുത്തനെ സ്നേഹിക്കാൻ പോയിട്ടല്ലേ നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. അല്ലെങ്കിൽ ഇന്നും ജീവനോടെ ഇരുന്നേനെ പാവം. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് നിന്റെ അച്ഛൻ എന്നോട് വന്ന് എല്ലാം തുറന്നു പറഞ്ഞിരുന്നു. പുറത്തിറങ്ങി നടക്കാൻ നാണക്കേടാവുന്നു എന്നും എന്താ ചെയ്യേണ്ടതെന്നുമൊക്കെ ചോദിച്ച് കരഞ്ഞിരുന്നു. ഏറെ നേരം സമാധാനിപ്പിച്ചാ ഞാൻ അവനെ വിട്ടത്. പക്ഷേ അവൻ ആത്മഹത്യ ചെയ്തു കളയുമെന്ന് ഞാനും ഓർത്തില്ല. മോളോട് ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അച്ഛൻ പോയ വിഷമത്തിലിരിക്കുന്ന മോളോട് ഞാൻ എങ്ങനെ ഇതൊക്കെ പറയും? എന്തായാലും പറയാതിരുന്നത് തെറ്റായി പോയെന്ന് തോന്നുന്നു. മോളെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അവനെ വെട്ടിക്കൊന്ന് അകത്തു പോകേണ്ടി വരില്ലായിരുന്നു. അമ്മാവൻ പറയുന്നത് കേട്ടപ്പോൾ ആവണി ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. വെറുതെ അല്ല തൻ്റെ അച്ഛൻ മരിച്ച 6 മാസം ആവുമ്പോഴേക്കും അമ്മ 2ാമത് കെട്ടിയത്. 2ാമത്തെ ഭർത്താവിനൊപ്പം അമ്മ അത്രയും സന്തോഷത്തിലായിരുന്നു. അച്ഛൻ പോയ ഒരു വിഷമവും അമ്മയുടെ മുഖത്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ തന്നോട് ദേഷ്യം കാണിക്കുന്നത് ചിലപ്പോൾ ആ ആള് മരിച്ചു പോയതുകൊണ്ട് ആളുടെ വകയിൽ കിട്ടാവുന്ന പൈസയൊന്നും കിട്ടാനില്ല എന്നോർത്തിട്ടാകും. എന്തായാലും എല്ലാത്തിന്റെയും ഫലം അനുഭവിക്കേണ്ടി വന്നത് താനാണ്. കൊലപാതകി, ജയിൽവാസം. ഓർക്കുമ്പോൾ ആവണിക്ക് നെഞ്ചു പിടഞ്ഞു. അവൾ അമ്മാവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അമ്മയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, മരിക്കുന്നതിന് മുൻപ് അച്ഛൻ അമ്മാവനോട് തുറന്ന് സംസാരിച്ച കാര്യങ്ങളുമെല്ലാം അമ്മാവൻ അവളോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആവണി തരിത്തു പോവുകയാണ് ഉണ്ടായത്. അമ്മാവൻ അവളോട് അത്രയ്ക്ക് സ്നേഹത്തിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ അമ്മാവനോട് തന്റെ കാര്യങ്ങളുമെല്ലാം പറഞ്ഞു. അമ്മയുടെ വഴക്ക് കേട്ട് വീട്ടിൽ നിന്നിറങ്ങിയതാണെന്നും പോകാൻ ഒരിടമില്ലെന്നും കൂടെ അവൾ പറഞ്ഞു കേട്ടപ്പോൾ അമ്മാവന് വല്ലാതെയായി. എന്താ കുട്ടിയെ നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുക? എന്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകണമെന്ന് വെച്ചാൽ അതിനു പറ്റിയ ഒരു സാഹചര്യമല്ല ഇവിടെ. ഞാനും ഭാര്യയും തനിച്ചായിരുന്നെങ്കിൽ ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുപോയി നോക്കിയേനെ. എന്നാൽ അവിടെ ഇപ്പോൾ മരുമക്കൾ 3 ആളുണ്ട്. അവര് തമ്മിൽ തന്നെ ചേരാത്ത വിധത്തിലാ. അതിനിടയിലേക്ക് ഞാൻ നിന്നെയും കൂട്ടി പോവുക എന്ന് വെച്ചാൽ നടക്കില്ല. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് വഴിയിൽ ഉപേക്ഷിക്കാനും വയ്യല്ലോ. നാളെ നിന്റെ അച്ഛന് പറ്റിയ പോലെ എന്തെങ്കിലും നിനക്ക് പറ്റിയെന്നറിഞ്ഞാൽ എന്റെ മനസ്സ് വേദനിക്കേണ്ടി വരും. അമ്മാവൻ ഒരു നിമിഷം എന്തോ ഒന്ന് ആലോചിച്ചു. ഞാനൊന്ന് നോക്കട്ടെ ഒരു വഴിയുണ്ടോ എന്ന്. ഒരു നിമിഷം എന്തോന്ന് ആലോചിച്ച ശേഷം അയാൾ അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു പഴയ കീപാഡ് ഫോൺ എടുത്തു. ശേഷം പോക്കറ്റിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞു ഡയറിയും എടുത്തു. ആവണി നോക്കുമ്പോൾ അമ്മാവിന്റെ കുഞ്ഞു പോക്കറ്റ് ഡയറിയിൽ ധാരാളം ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നു. അതിൽ 1-2 പേജ് മറച്ചപ്പോൾ കണ്ട ഒരു നമ്പറിലേക്ക് അയാൾ ഫോൺ വിളിച്ചു. ഹലോ കുഞ്ഞേ, ഞാനാ ഗോപാലേട്ടൻ, അമ്മാവൻ ഫോണിൽ പറഞ്ഞു. ആവണി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മാവൻ അപ്പോൾ ഫോണുമായി കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് എന്തൊക്കെയോ സംസാരിച്ച ശേഷം തിരികെ വന്നു. മോളെ, ഞാൻ പറഞ്ഞല്ലോ നിന്നെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകാനാവില്ല. എന്നാലും നിന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കാം. നിനക്ക് അവിടെ ജോലിയും കിട്ടും, ഭക്ഷണവും കിട്ടും, താമസിക്കുകയും ചെയ്യാം, ശമ്പളവും കിട്ടും. അമ്മാവൻ പറഞ്ഞപ്പോൾ ആവണിയുടെ മുഖത്തൊരു സന്തോഷം പടർന്നു. അമ്മാവനോട് സംസാരിച്ചപ്പോൾ ആൾ അത്യാവശ്യം മര്യാദയുള്ള ആളാണെന്ന് ആവണിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരിടത്തായിരിക്കും കൊണ്ടുചെന്നാക്കുന്നതെന്നും അവൾക്ക് തോന്നി.
പിന്നെ പണി എന്താണെന്ന് ചോദിച്ചാൽ മോള് വിചാരിക്കുന്ന പോലെ ഓഫീസിലുള്ള പണിയൊന്നുമല്ല. ഞാൻ ആദ്യം ജോലിക്ക് നിന്നൊരു വീടുണ്ട്. ഞാനായിരുന്നു അവിടുത്തെ പുറംപണിയും പൂന്തോട്ടത്തിന്റെ പണിയും ഒക്കെ നോക്കിയിരുന്നത്. ആ സാറിന്റെ വീട്ടിലേക്കാണ്. സാറിന്റെ ഭാര്യ മരിച്ചു പോയതാ. ചെറിയൊരു പെങ്കൊച്ചായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു സുന്ദരി കുട്ടി. സ്നേഹിച്ച് കല്യാണം കഴിച്ചവരായിരുന്നു അവർ. പ്രസവത്തോടെ അതിന്റെ കഷ്ടകാലത്തിന് ആ പെൺകുട്ടി മരിച്ചുപോയി. അതിലൊരു കുഞ്ഞുണ്ട്, ചെറിയ മോള. ഇപ്പൊ 6 മാസമായതേ ഉള്ളൂ. സാറിന്റെ അമ്മയായിരുന്നു കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഇപ്പോൾ 1 മാസം മുമ്പാ അമ്മ അറ്റാക്ക് വന്ന് മരിച്ചത്. ഇപ്പൊ സാറാ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുകയാണ്. 100 കൂട്ടം ബിസിനസ്സുള്ള പയ്യനാ. പക്ഷേ കുഞ്ഞിനെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും? വിശ്വാസത്തോടെ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഒരു ജോലിക്കാരിയെ വെച്ചിട്ടാണെങ്കിൽ ശരിയായതുമില്ല. അവനിപ്പോൾ ബിസിനസ്സും ഒരിടത്ത് വെച്ച് കുഞ്ഞിനെയും നോക്കി ആകെ വയ്യാണ്ടായിരിക്കുകയാണ്. മോൾക്ക് കുട്ടിയെ നോക്കാൻ പറ്റുമെങ്കിൽ വലിയൊരു സഹായമാകും. 2 ദിവസം മുൻപ് കൂടെ എന്നെ വിളിച്ചിരുന്നു, പറ്റിയ ഏതെങ്കിലും ഒരു ജോലിക്കാരെ തരപ്പെടുത്തി കൊടുക്കാൻ. പക്ഷേ വിശ്വാസമുള്ളവരെ വേണമെന്ന് പറഞ്ഞിരുന്നു. അത്രയും വലിയ വീടായതുകൊണ്ട് പറ്റിയ ഒരാളെ കിട്ടാത്തതുകൊണ്ട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ലായിരുന്നു. എന്റെ ഭാര്യയ്ക്കാകുമെങ്കിൽ അവൾ പോകുമായിരുന്നു. പക്ഷേ അവൾക്ക് മുട്ടിന് താഴെയൊക്കെ വേദനയായിട്ട് കാല് നീര് വന്നിരിപ്പാ. അതുകൊണ്ട് അവൾക്ക് പോകാൻ വയ്യ. ആ സാറിനെയാ ഞാൻ വിളിച്ചത്. അവിടെ ജോലിക്ക് ആരെയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മോളെ കൂട്ടി ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മാമ്മ മോളെ ഒരു വേലക്കാരിയാക്കിയെന്ന് തോന്നരുത് കേട്ടോ. അത്രയും സുരക്ഷിതമായിരിക്കും അവിടെയെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ അമ്മാമ്മ പറയുന്നത്. മോളുടെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതം. മോൾക്ക് നല്ല സേഫായ സ്ഥലത്ത് കഴിയാം. പിന്നെ അമ്മ മരിച്ച ആ പിഞ്ചു കുഞ്ഞിന് മോളുടെ സ്നേഹം കിട്ടുകയാണെങ്കിൽ അത് വലിയ പുണ്യമാകും. മോൾക്ക് പറ്റുമെങ്കിൽ അമ്മാമ്മയുടെ കൂടെ വന്നോളൂ. നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് പോകാം. അമ്മാമ്മ വീട് കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് സംസാരിക്കാം. അമ്മാവൻ പറഞ്ഞപ്പോൾ ആവണിക്കൊന്നും ആലോചിക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് വൈകിട്ട് തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോയി അമ്മയുടെ ശകാരവാക്ക് കേട്ട് കരഞ്ഞു കിടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അമ്മാവൻ പറഞ്ഞ പോലെ. ആ കുഞ്ഞിനും തനിക്കും ഒരാശ്വാസമാകുമെങ്കിൽ പോയി നോക്കാം. അവൾ വിചാരിച്ചു. ഞാൻ വരാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പേടിക്കാതെ ഒരിടത്ത് കിടക്കാൻ കഴിഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ. അവൾ പറഞ്ഞപ്പോൾ അമ്മാവനും സന്തോഷമായി. അദ്ദേഹം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. ഒപ്പം ആവണിയും കയറി. അവർ നേരെ പോയത് ആ വീട്ടിലേക്കാണ്. ടൗണിൽ നിന്ന് കുറച്ചു ദൂരം ഓടിയപ്പോൾ അമ്മാവൻ ഓട്ടോക്കാരന് വഴി പറഞ്ഞു കൊടുത്തു. വഴി പറഞ്ഞു കൊടുത്തത് പ്രകാരം ഓട്ടോ ചെന്ന് നിന്നത് വലിയൊരു വീടിന് മുന്നിലാണ്. വലുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമൊന്നുമല്ല, നല്ല വലുപ്പത്തിലുള്ള ഒരു പടുകൂറ്റൻ വീട് തന്നെ. ഓട്ടോ വീടിന് മുൻപിൽ ചെന്നെത്തിയപ്പോൾ അമ്മാവൻ ഓട്ടോയിൽ നിന്നിറങ്ങി. അമ്മാവനെ കണ്ടപ്പോൾ സെക്യൂരിറ്റി വേഗം ഗേറ്റ് തുറന്നു കൊടുത്തു. ഓട്ടോ അകത്തേക്ക് കയറ്റാമോ സാർ? ഓട്ടോക്കാരൻ അപ്പോൾ ചോദിച്ചു. വേണ്ട, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം. അമ്മാവൻ പറഞ്ഞപ്പോൾ ആവണി ഇറങ്ങി. അമ്മാവൻ ഓട്ടോ കാശ് കൊടുത്ത് ഗേറ്റിനകത്തേക്ക് കയറി. ഒപ്പം ആവണിയും. എന്താ സുന്ദര, സുഖല്ലേ? അമ്മാവൻ നടത്തത്തിനിടയിൽ സെക്യൂരിറ്റിയോട് ചോദിച്ചു. സുഖമാണ് ഗോപാലേട്ടാ, ഒരാഴ്ച ആയല്ലോ കണ്ടിട്ട്. സെക്യൂരിറ്റി ചോദിച്ചു. സുഖമില്ല സുന്ദര, ആകെ വയ്യ, പനി പിടിച്ചിരുന്നു. ഡെങ്കിയാണോ ചിക്കൻ ഗുനിയാണോ എന്തോ ആർക്കറിയാം. ഒരാഴ്ച കിടന്നുപോയി. എബിസാർ അകത്തില്ലേ? അമ്മാവൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു. ഉണ്ട് സാറുണ്ട്, സെക്യൂരിറ്റി പറഞ്ഞു. അമ്മാവൻ അപ്പോൾ ആവണിയെയും കൂട്ടി ഉമ്മറവാതിലിനടുത്തേക്ക് നടന്നു. ആവണി അപ്പോൾ ആ വീടൊന്നാകെ ചുറ്റും നോക്കുകയായിരുന്നു. 3 നിലയിലായി പണിത വലിയ വീട്, നല്ല ഭംഗിയുള്ള പൂന്തോട്ടം. വീടിന് മുറ്റത്തെത്തിയപ്പോൾ അമ്മാവൻ അവിടെ മുന്നിൽ തൂക്കിയിട്ടിരുന്ന വലിയ മണിയിലൊന്ന് കൈകൊണ്ട് തട്ടിയപ്പോൾ അതൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കി കിലുങ്ങി. കോളിംഗ് ബെല്ലിന് പകരം വെച്ച ആ മണിയിലേക്ക് ആവണിയും ഒന്ന് നോക്കി. മണിയടിച്ചു കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പോഴാണ് ഉമ്മറത്തെ വാതിൽ തുറന്നത്. 3/4 ട്രൗസറും കറുപ്പ് ടീഷർട്ടും ധരിച്ച ഒരു ചെറുപ്പക്കാരനാണ് വന്ന് വാതിൽ തുറന്നത്. കാഴ്ചയിൽ അതീവ സുന്ദരൻ, വെളുത്തു മിനുസമുള്ള മുഖവും നേർത്തതാണെങ്കിലും കട്ടിക്കറുപ്പുള്ള മീശയും താടിയും ഒക്കെയായി കണ്ടാൽ തന്നെ കോടീശ്വരനാണെന്ന് പറയുന്ന ഒരു യുവാവ്. ആവണിയെയും അമ്മാവനെയും കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒന്ന് നോക്കി. ഗോപാലേട്ടാ, കയറി വരൂ, ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു. അമ്മാവൻ അപ്പോൾ ഉമ്മറത്തേക്ക് കയറിയ ശേഷം ആവണിയോടും കയറാനായി കൈ കാണിച്ചു. ആവണി അപ്പോൾ അയാൾക്ക് പിറകിലായി ഉമ്മറത്തേക്ക് കയറി. ഇതാ എബിസാറെ, ഞാൻ പറഞ്ഞ ആള്. അമ്മാവൻ ആവണിയെ കാണിച്ചുകൊണ്ട് എബിയോട് പറഞ്ഞു. എബി അപ്പോൾ അവളെ ഒന്ന് നോക്കി. ഇരുന്നോളൂ, എബി അവളോട് പറഞ്ഞ് അകത്തേക്ക് പോയി. അമ്മാവനും എബിയോടൊപ്പം അകത്തേക്ക് ചെന്നു. തന്റെ മടിയിലുള്ള ബാഗ് മുറുകെ പിടിച്ചുകൊണ്ട് ആവണി അവിടെ ഇട്ടിരിക്കുന്ന തേക്കിന്റെ സോഫയിലിരുന്നു. ചെറിയ പെൺകുട്ടിയാണല്ലോ ഗോപാലേട്ടാ. വീട്ടിലെ ആവശ്യത്തിന് ഇത്രയും ചെറിയ പെൺകുട്ടിയെ നിർത്തുക എന്ന് പറയുമ്പോൾ ആ കുട്ടി നിൽക്കുമോ? ചെറിയ പ്രായത്തിലുള്ളവരാകുമ്പോൾ അവർക്ക് അഫോർഡായിട്ടുള്ള നല്ല ജോബ് നോക്കി പോവില്ലേ?
എബി അമ്മാവനോട് ചോദിച്ചു. അതാ സാറേ ഞാൻ പറയാൻ വന്നത്. ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല, സാറിനോട് നേരിട്ട് കണ്ട് പറയാമെന്ന് കരുതിയിട്ടാ. ആ കുട്ടി ഇവിടെ നിന്നോളും, അതിന്റെ സ്ഥിതി അത്രയ്ക്ക് മോശമാണ്. വീട്ടിൽ അതിനെ വേണ്ട, അമ്മയ്ക്ക് അതിനെ വേണ്ടാത്ത പോലെ ഒരു സംസാരമാണ്. അതിന് കാരണവുമുണ്ട്. 1 മാസം മുൻപാ അത് ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങിയത്. അമ്മാവൻ പറഞ്ഞപ്പോൾ എബി ഒരു നിമിഷം ഞെട്ടുകയാണുണ്ടായത്. ശിക്ഷയോ? അതും ജയിൽ ശിക്ഷയോ? എന്തിന്? അതാണ്, എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ എവിടെയോ കണ്ട് നല്ല പരിചയം. ന്യൂസിലോ മറ്റോ ഞാൻ കണ്ടിരിക്കുന്നു. എന്താ ഗോപാലേട്ടാ, നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ? ഒരാളെ ജോലിക്ക് കൊണ്ടുവരുമ്പോൾ അതിനു പറ്റിയ ഒരാളെ കൊണ്ടുവരണ്ടേ? എബി പറഞ്ഞു തുടങ്ങിയപ്പോൾ അമ്മാവൻ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. അതാ സാറേ ഞാൻ പറഞ്ഞത്, കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാമെന്ന്. സാർ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അമ്മാവൻ എബിയോട് കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു. എല്ലാം കേട്ടു നിന്നെങ്കിലും കേട്ട് കഴിഞ്ഞപ്പോഴും എബിയുടെ മുഖത്തൊരു വല്ലായ്മ ഉണ്ടായിരുന്നു. ഗോപാലേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ്, എന്നാലും അങ്ങനെ ഒരാളെ ഇവിടെ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിക്കേണ്ട കാര്യമായതുകൊണ്ടാ. കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ആണെങ്കിൽ എബി അമ്മാവനോട് പറഞ്ഞു. എന്നാ ശരി, എബി സാറിന് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞോളാം. എന്റെ പെങ്ങളുടെ മോന്റെ കുട്ടിയാ. അതിന്റെ അച്ഛനൊരു പാവമായിരുന്നു. അതിന്റെ അമ്മയുടെ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതാ. അതിനാരുമില്ല. വളരെ പാവമായി കുട്ടിയുടെ അവസ്ഥ. ഇവിടെയാകുമ്പോൾ അതിനൊരു സുരക്ഷിതമായിരിക്കുമല്ലോ എന്ന് കരുതി. പോരാത്തതിന് മോന് കുഞ്ഞിനെ നോക്കാൻ ഒരു സഹായവും ആകുമെന്ന് കരുതിയായിരുന്നു. സാരമില്ല, ഞാൻ അതിനോട് പറഞ്ഞോളാം. ശരിയെന്നാൽ. അമ്മാവൻ തിരികെ നടക്കുമ്പോൾ എബി ഒരു നിമിഷം എന്തോ ആലോചിച്ചു നിന്നു. പിന്നെ പെട്ടെന്ന് അമ്മാവനെ വിളിച്ചു. ഗോപാലേട്ടാ, എന്തായാലും വന്നതല്ലേ, ആ കുട്ടി 2 ദിവസം നിന്ന് നോക്കട്ടെ. നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എബി പറഞ്ഞപ്പോൾ അമ്മാവൻ എബിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചു. പാവമാ സാറേ, നല്ല കുട്ടിയാ. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വിലയുള്ളത് അവളുടെ മാനമാണ്. അത് നശിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചപ്പോൾ ആ കുട്ടി അയാളെ തടഞ്ഞു. എന്തോ ഒരു വെപ്രാളത്തിൽ വെട്ടിപ്പോയി. അത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ഒരു മോശപ്പെട്ട കുട്ടിയാണെങ്കിൽ അതിനയാൾക്ക് കിടന്നു കൊടുക്കാമായിരുന്നല്ലോ. അത് ചെയ്തില്ല. അത് തന്നെ ഓർത്താൽ അറിയാലോ സാറേ, പാവമാണെന്ന്. സാർ എന്തായാലും നിർത്തി നോക്കൂ, ഞാൻ ഗ്യാരണ്ടി. അതിനെക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാം. അമ്മാവൻ പറഞ്ഞപ്പോൾ എബി ചിരിച്ചു. ശരി ഗോപാലേട്ടാ, ആ കുട്ടി നിന്ന് നോക്കട്ടെ എന്തായാലും. എബി ചിരിയോടെ പറഞ്ഞപ്പോൾ അമ്മാവന്റെ മുഖത്തും സന്തോഷം വീണു. അമ്മാവൻ അപ്പോൾ ഉമ്മറത്തേക്ക് ചെന്നു. പിറകിലായി എബിയും. പേരെന്താണെന്നാ പറഞ്ഞത്? എബി അവളോട് ചോദിച്ചു. ആവണി, അവൾ മറുപടി പറഞ്ഞു. നോക്കൂ ആവണി, എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ജോലി മാത്രം ആവണി ചെയ്താൽ മതി. വീട്ടുജോലിക്കും മറ്റുമൊക്കെ ജോലിക്കാരുണ്ട്. ചെറിയ മോളാണ്, 7 മാസം പ്രായമായതേ ഉള്ളൂ. ഋതുലക്ഷ്മി, അതാണ് കുഞ്ഞിന്റെ പേര്. ഞാൻ ക്രിസ്ത്യനാണ്. വൈഫ് ഹിന്ദു ആയതുകൊണ്ട് വൈഫിന്റെ ഇഷ്ടത്തിന് വെച്ച പേരാ. ഋതൂട്ടി എന്ന് വിളിക്കും. ആവണി അങ്ങനെ വിളിച്ചാൽ മതി. കുഞ്ഞിനെ നന്നായി നോക്കണം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഗോപാലേട്ടൻ പറഞ്ഞതല്ലേ, കുട്ടി നിന്നു നോക്കൂ. അടുക്കളയിൽ ജോലിക്ക് ജാനുവേട്ടത്തിയുണ്ട്. ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് എന്താവശ്യമുണ്ടെങ്കിലും ജാനുവേട്ടത്തി ഉണ്ടാകും ഇവിടെ. പിന്നെ പുറത്ത് കാര്യസ്ഥനും പുറംപണിക്ക് വേറെ ആളുകളും ഒക്കെ ഉണ്ട്. മുകളിലെ നിലയിൽ ആവണിക്ക് റൂം ശരിയാക്കാൻ പറയാം. മോളിപ്പോ ഉറങ്ങുകയാ. ആവണി എന്തായാലും പോയി ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറി വന്നോളൂ. അപ്പോഴേക്കും മോൾ ഉണരും. 1 മിനിറ്റ്, ഞാൻ ജാനുവേട്ടത്തിയോടൊന്ന് പറഞ്ഞിട്ട് വരാം. എബി അത് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ നിന്നും അപ്പോൾ അല്പം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ എബിയോടൊപ്പം ഉമ്മറത്തേക്ക് വന്നു. അവർ ആവണിയെ നോക്കി ചിരിച്ചു. ആവണി അവരെയും. കുട്ടി ജാനുവേട്ടത്തിയോടൊപ്പം പോയിക്കോളൂ, എബി പറഞ്ഞു. അവൾ അപ്പോൾ അമ്മാവനെ നോക്കി. പേടിക്കേണ്ട കുട്ടിയെ, ഇവിടെ നിനക്കൊന്നും പേടിക്കാനില്ല. എല്ലാവരും നല്ലവരാ. ഇത്രയും സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്ത് നിന്നെ ഏൽപ്പിക്കാൻ എനിക്കാവില്ല. മോള് ചെന്നോളൂ. അമ്മാവൻ പറഞ്ഞപ്പോൾ ആവണി അമ്മാവനെ നോക്കി ഒന്നുകൂടി ചിരിച്ചു. നന്ദി എന്ന പോലെ കൈകൂപ്പി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, മോള് ചെല്ല്, അമ്മാവൻ പറഞ്ഞു. ആവണി അപ്പോൾ ജാനുവേട്ടത്തിക്കൊപ്പം അകത്തേക്ക് കയറി. എബി അവൾ പോകുന്നത് നോക്കി നിന്നു. എബി പറഞ്ഞ പ്രകാരം മുകളിലെ നിലയിലുള്ള അത്യാവശ്യം സൗകര്യമുള്ള മുറിയാണ് ആവണിക്ക് നൽകിയത്. ജാനുവേട്ടത്തി അവളെയും കൊണ്ട് ആ മുറിയിലെത്തി. പേരെന്താണെന്നാ പറഞ്ഞേ? ജാനുവേട്ടത്തി മുറിയുടെ ജനൽ തുറക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു. ആവണി, അവൾ പറഞ്ഞു. ആവണി, ഈ മുറി എടുത്തോളൂട്ടോ. ഇതിനു മുൻപ് കുഞ്ഞിനെ നോക്കാൻ വന്ന പെണ്ണ് ഇവിടെയാ താമസിച്ചിരുന്നത്. അവൾ പോയി കഴിഞ്ഞ ശേഷം ഞാൻ വൃത്തിയാക്കിയിട്ടതാ. ആ പെൺകുട്ടി 1 മാസത്തോളം നിന്നു. പക്ഷേ ഫുൾ ടൈം മൊബൈലിൽ കളിയായിരുന്നു. കുഞ്ഞിനെ നോക്കുകയോ ഒന്നുമില്ല. കുഞ്ഞിനെ നോക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടും അതിനെ നോക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയായിരുന്നു അവൾ ഇവിടെ നിന്നപ്പോൾ. ഒടുവിൽ കുഞ്ഞിനെ വേണ്ടത്ര നോട്ടമില്ലെന്ന് സാറിന് തന്നെ മനസ്സിലായപ്പോൾ അവളെ പറഞ്ഞു വിട്ടു. ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്, കുറച്ച് കാറ്റ് കയറിക്കോട്ടെ. കുട്ടി ഒന്ന് കുളിച്ചു വന്നോളൂ. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. എന്താവശ്യത്തിനും ഞാനുണ്ടാകും ഇവിടെ. വളരെ സൗമ്യതയോടെ അവരത് പറഞ്ഞപ്പോൾ ആവണി അവരെ നോക്കി ചിരിച്ചു. ശേഷം ജാനുവേട്ടത്തി അത് പറഞ്ഞ് പുറത്തേക്കിറങ്ങി.
ആവണി അപ്പോൾ റൂമിന്റെ വാതിലടച്ചു. ജാനുവേട്ടത്തി തുറന്നിട്ട ജനലിനടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ വലിയ വീടിന്റെ പൂന്തോട്ടം നന്നായി കാണുന്നിടമായിരുന്നു അത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗി തോന്നുന്ന വീടും മുറ്റവും, ചെറുതും വലുതുമായി നിരന്തരം ചെടികൾ, പൂവുള്ളതും ഇല്ലാത്തതുമെല്ലാം ഉണ്ടായിരുന്നു അവിടെ. ആ ചെടികളെ ഒക്കെ തഴുകി മുഖത്തോട്ട് വരുന്ന കാറ്റിന് വല്ലാത്തൊരു സുഖമുള്ളതായി അവൾക്ക് തോന്നി. സ്വന്തം വീട്ടിൽ നിന്നതിനേക്കാൾ എത്രയോ ആശ്വാസം അവളുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നു. ദൈവമായിട്ടാണ് ഗോപാലമാമനെ അയച്ച് ഇങ്ങനെ ഒരിടത്ത് എത്തിപ്പിച്ചു തന്നത്. കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നുന്നു. കുഞ്ഞിനെ നന്നായി നോക്കണം, നിൽക്കാൻ കഴിയുന്ന അത്രയും നാൾ ഇവിടെ തന്നെ നിൽക്കണം. സാറു പറഞ്ഞത് കേട്ടപ്പോൾ പാവം തോന്നുന്നു. ചെറിയ കുഞ്ഞാണ്, 7 മാസം പ്രായമായിട്ടേ ഉള്ളൂ. ഇത്ര ചെറുപ്പത്തിലെ അതിന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അമ്മ ഉണ്ടായിട്ടും ആ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ പോയ താനും കുഞ്ഞിലെ അമ്മയെ നഷ്ടപ്പെട്ട ആ കുഞ്ഞും ഒരുപോലെയാണെന്ന് അവൾക്ക് തോന്നി. ഒരു നിമിഷം എന്തൊക്കെയോ ഓർത്തു നിന്നു. പിന്നെ ബാഗിൽ നിന്നൊരു ചുരിദാറും പാന്റും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് റൂമിന്റെ വാതിലിൽ തട്ട് കേട്ടത്. വേഗത്തിൽ പോയി വാതിൽ തുറന്നപ്പോൾ കയ്യിൽ പ്ലേറ്റിൽ ഭക്ഷണവുമായി ജാനുവേട്ടത്തി നിൽക്കുന്നുണ്ടായിരുന്നു. കുറെ വിളിച്ചല്ലോ മോളെ, കുളിക്കുകയായിരുന്നോ? ജാനുവേട്ടത്തി ചോദിച്ചു. അതെ ഏട്ടത്തി, ഞാൻ കുളിക്കുകയായിരുന്നു, കേട്ടില്ല. കുറെ വിളിച്ചല്ലേ, സോറി, അവൾ പറഞ്ഞു. ഏയ് അതൊന്നും സാരമില്ല, വിളിച്ചിട്ട് കേൾക്കാതായപ്പോൾ എനിക്ക് തോന്നി കുളിക്കുകയായിരിക്കുമെന്ന്. ഭക്ഷണം ഞാൻ ഇങ്ങോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. ജാനുവേട്ടത്തി അത് പറഞ്ഞ് അകത്തേക്ക് ഭക്ഷണം കൊണ്ടുചെന്നു. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, ഇവിടേക്ക് കൊണ്ടുവരാൻ ഏട്ടത്തിക്ക് ബുദ്ധിമുട്ടായില്ലേ? അവൾ ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? അതൊന്നും സാരമില്ലെന്നേ, എബിസാറാ പറഞ്ഞത് റൂമിൽ കൊണ്ടുതരാൻ. മോളൊന്നും കഴിച്ചു കാണില്ലെന്ന് ഗോപാലേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോ പിന്നെ ഭക്ഷണം റൂമിൽ കൊണ്ടുതരാൻ പറഞ്ഞു. ഇനി മുതൽ നമുക്ക് താഴെ നിന്ന് കഴിക്കാം ട്ടോ. ഏതായാലും കുളിച്ചു വന്നതല്ലേ, ഇപ്പോൾ മോൾ ഇവിടെ ഇരുന്ന് കഴിച്ചോ. കഴിച്ചു കഴിഞ്ഞിട്ട് താഴേക്ക് പോര്, അപ്പോഴേക്കും കുഞ്ഞുണരും. അവര് സ്നേഹത്തോടെ അത് പറഞ്ഞു മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ ആവണിക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. അവൾ വിചാരിച്ച പോലെ തന്നെ നല്ല ആളുകളാണ്. അല്ലെങ്കിൽ ഭക്ഷണമൊന്നും മുറിയിലേക്ക് കൊണ്ടുതരാൻ സാറു പറയില്ലല്ലോ. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതുകൊണ്ടും ഉച്ചയ്ക്ക് ഒരു ചായ മാത്രം കുടിച്ചതുകൊണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നു ആവണിക്ക്. ജാനുവേട്ടത്തി മേശപ്പുറത്ത് വെച്ച പ്ലേറ്റ് തുറന്നു നോക്കുമ്പോൾ അതിൽ ബിരിയാണി ആയിരുന്നു. ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു ഒപ്പം. വീട്ടിൽ അമ്മയുടെ ചീത്ത നിരന്തരം കേൾക്കുന്നത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. എന്തോ നല്ല വിശപ്പും ക്ഷീണവും ഉള്ളതുകൊണ്ട് തന്നെ ബിരിയാണി കണ്ടപ്പോൾ അവൾക്ക് കഴിക്കാൻ തോന്നി. അവിടെ മേശയുടെ അടിയിലേക്ക് നീക്കിയിട്ടിരുന്ന കസേര വലിച്ചെടുത്ത് അവൾ അതിലിരുന്നു. നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ ആ ഭക്ഷണം കഴിച്ചു. ശേഷം പ്ലേറ്റ് കഴുകി അവിടെ തന്നെ കമഴ്ത്തി വെച്ചു. കുളി കഴിഞ്ഞു വന്ന നീളൻ മുടി അപ്പോഴേക്കും ഏകദേശം ഉണങ്ങിയിരുന്നു. തലയിലെ തോർത്തിന്റെ കെട്ട് ഊരി മാറ്റി മുടി ഒന്ന് കോതി ഒതുക്കിയ ശേഷം അവൾ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ താഴെ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു എബി. സോഫയിലിരുന്ന് ടീപ്പോയിൽ ലാപ്ടോപ്പ് വെച്ച് എന്തൊക്കെയോ വർക്ക് ചെയ്യുകയായിരുന്നു അവൻ. സ്റ്റെപ്പ് ഇറങ്ങി വന്ന ആവണിയെ കണ്ടതും അവനൊന്നു നോക്കി. ആവണി വരൂ, ഞാൻ മോളെ കാണിച്ചു തരാം. എബി അവളെ കണ്ടപ്പോൾ ലാപ്ടോപ്പ് മടക്കി വെച്ച് അവിടെ നിന്ന് എണീറ്റു. അവൻ അപ്പോൾ അവന്റെ റൂമിലേക്ക് ചെന്നു. പിറകിലായി ആവണിയും ചെന്നു. കുഞ്ഞപ്പോൾ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. വെളുത്തു തുടുത്ത് ഉരുണ്ട മുഖവും ഉണ്ട കണ്ണുകളും ഒക്കെയായി പാവക്കുഞ്ഞു പോലെ ഒരു സുന്ദരി മോള്. ആ കുഞ്ഞിനെ കണ്ടതും ആവണിയുടെ മനസ്സൊന്ന് വല്ലാതെ ശാന്തമായി. അവളുടെ ചുണ്ടിൽ സന്തോഷത്തിന്റെ ചിരി പടർന്നു. കാണുമ്പോൾ എടുക്കാൻ തോന്നുന്ന പോലെ ആ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയാൽ ഏതു വലിയ പ്രശ്നവും മറക്കാൻ കഴിയുന്ന പോലെ ഓമനത്തമുള്ള ഒരു പൊടിക്കുഞ്ഞ്. എണീക്കാൻ സമയമായിട്ടുണ്ട്, കുറെ നേരമായി ഉറക്കം. മോളുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ജാനുവേട്ടത്തി വിശദമായിട്ട് പറഞ്ഞു തരും. ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ ചോറ് പച്ചക്കറി ചേർത്ത് ഉടച്ചു കൊടുക്കും. രാവിലെയും വൈകിട്ടും കുറുക്കുണ്ടാക്കി കൊടുക്കും. ഇടയ്ക്ക് ഫോർമുല ഫീഡിംഗ് ഉണ്ട്, പൗഡർ കലക്കി കൊടുക്കും. എങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടത്, എത്ര അളവിലാണെന്നൊക്കെ ജാനുവേട്ടത്തി ഒരിക്കൽ കാണിച്ചു തരും. പിന്നെ ആവണി പഠിച്ചാൽ മതി. സാലറി എത്രയാണെന്നൊന്നും ഗോപാലേട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? എബി ചോദിച്ചു. ഇല്ല, അവൾ തലയാട്ടി. സാലറി ഞാനിപ്പോ പറയുന്നില്ല. എന്തായാലും ആവണി 1-2 ദിവസം നിന്ന് നോക്കൂ. കുഞ്ഞുമായി അഡ്ജസ്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം, എബി പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുഞ്ഞുറക്കത്തിൽ നിന്നുണർന്ന് ഒന്ന് തിരിഞ്ഞു കിടന്നു. പിന്നെ അവളുടെ കുഞ്ഞി കണ്ണുകൾ മെല്ലെ ഒന്ന് വലിച്ചു തുറക്കാൻ നോക്കി. കണ്ണു തുറന്നപ്പോൾ ആ കുഞ്ഞിന്റെ ഭംഗി ഒന്നുകൂടി കൂടിയതുപോലെ ആവണിക്ക് തോന്നി. സാധാരണ കുഞ്ഞുങ്ങൾ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ കരയാറാണ് പതിവ്. അതേ സ്ഥാനത്ത് ഈ കുഞ്ഞു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞ ശേഷം അച്ഛനെ നോക്കി ചിരിക്കുന്നു. എബി അപ്പോൾ ആ കുഞ്ഞിനരികിലേക്ക് ചെന്ന് അതിനെ വാരിയെടുത്തു. പപ്പയുടെ റിതൂട്ടി എണീറ്റോ? നോക്കുതേ, മോൾക്ക് പുതിയൊരു ആന്റി വന്നിട്ടുണ്ട്. ആന്റി നന്നായി നോക്കും ട്ടോ, എബി അവളെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ആവണി എടുത്തോളൂ. അവൻ അത് പറഞ്ഞ കുഞ്ഞിനെ ആവണിയുടെ കയ്യിലേക്ക് നീട്ടി. കുഞ്ഞുങ്ങളെ എടുത്ത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ആദ്യം ഒന്ന് പരിങ്ങിയെങ്കിലും പിന്നെ ധൈര്യത്തോടെ കൈനീട്ടി കുഞ്ഞിനെ വാങ്ങി. ആവണി കയ്യിൽ വാങ്ങിയപ്പോഴും കരച്ചിലൊന്നുമില്ലാതെ കുഞ്ഞൊന്ന് അവളെ നോക്കി.
ശേഷം അതിന്റെ കൈനീട്ടി അവളുടെ കവിളിൽ തൊട്ടുകൊണ്ട് ഒരു പാൽപുഞ്ചിരി ചിരിച്ചു. അത് കണ്ടതും ആവണിയുടെ ഇന്നോളമുള്ള എല്ലാ വിഷമങ്ങളും മാറിപ്പോയ പോലെ അവൾക്ക് തോന്നി. മനസ്സ് തുറന്ന കുഞ്ഞിനോട് ചിരിച്ചുകൊണ്ട് അവൾ അതിനെ വാരിപ്പിടിച്ചു. എനിക്ക് മോളെ നോക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായി വന്നതുകൊണ്ട് ആവണിയെ വെച്ചത്. കുറച്ചു ദിവസം മോളെ നോക്കി ഇവിടെ ഇരുന്നത് കൊണ്ട് ഓഫീസിലെ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞു കിടക്കുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും സ്റ്റോക്കിന്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കാനും എല്ലാം ഉണ്ട്. കുറച്ചു ദിവസം ഞാൻ ബിസി ആയിരിക്കും. ആവണി വേണം മോളെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എത്ര ബെസ്റ്റായിട്ട് ആവണി നോക്കുന്നോ അത്ര ബെസ്റ്റായിട്ട് തന്നെ സാലറിയും ഞാൻ തരാം, ഓക്കെ? എബി അത് പറഞ്ഞപ്പോൾ ആവണി അവനെ നോക്കി തലയാട്ടി. എന്നാ ശരി, മോൾക്കിപ്പോൾ കുറുക്ക് കൊടുക്കേണ്ട സമയമാണ്. ജാനുവേട്ടത്തി എടുത്തു വെച്ചിട്ടുണ്ടാവും. ആവണി എന്നാൽ അത് ചെയ്തോളൂ. അവൻ അത് പറഞ്ഞ് ഹാളിൽ വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ അടുത്തേക്ക് ചെന്നു. ആവണി അപ്പോൾ കുഞ്ഞിനെ മുറുകെ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. ആ കുഞ്ഞുകുട്ടി എണീറ്റോ? അമ്മാമ്മ ദേ കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ജാനുവേട്ടത്തി അത് പറഞ്ഞ് കുഞ്ഞിനരികിലേക്ക് വന്നു. അവളുടെ കുഞ്ഞു കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ഉണ്ടാക്കി വെച്ച കുറുക്ക് ചെറിയ ബൗളിലെടുത്തു. ആവണി കൊടുത്തു നോക്കിക്കേ, മടിയിലിരുത്തി കൊടുത്താ മതി, അവള് കുടിച്ചോളും. ജാനുവേട്ടത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു കസേര ആവണിക്ക് നേരെ ഇട്ടുകൊടുത്തു. അടുക്കളയിൽ ആവണിയുടെ മടിയിലിരുന്ന് ആ കുഞ്ഞു കുറേശ്ശെ കുറുക്ക് കുടിച്ചു തുടങ്ങി. ഒപ്പം അവളെ കൊഞ്ചിക്കാനും കളിപ്പിക്കാനും ജാനുവേട്ടത്തിയും ഉണ്ടായിരുന്നു. ആവണി ഇന്നോളം അനുഭവിച്ച എല്ലാ വിഷമങ്ങളും തീർന്നു പോകുന്ന നിമിഷമായിരുന്നു അത്. സന്തോഷത്തോടെ കുഞ്ഞ് അവളുടെ മടിയിലിരുന്ന് കുറുക്ക് കഴിച്ചു. രാത്രി വരെ അവൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് കളിപ്പിച്ചു. മേല് കഴുകിച്ചു, പൗഡർ ഇട്ട് കൊടുത്തു, കുഞ്ഞോട് പിടിപ്പിച്ചു, സുന്ദരിയാക്കി ചോറ് വാരിക്കൊടുത്തു. ആ കുഞ്ഞിനോടൊപ്പമുള്ള എല്ലാ നിമിഷങ്ങളും അവൾ അത്യധികം ആനന്ദിക്കുകയായിരുന്നു. അതിന്റെ കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ ഈ ലോകത്തൊരു ദുഃഖവും ഇല്ലാതായി പോകുന്ന പോലെ ആവണിക്ക് കുറച്ച് സമയം കൊണ്ട് തോന്നി. എബി ആണെങ്കിൽ കുഞ്ഞിനെ ആവണിയുടെ കയ്യിൽ കൊടുത്ത് അന്ന് മുഴുവൻ സമയം ഫോണിലും ലാപ്ടോപ്പിലുമായിരുന്നു. സമയം രാത്രി 8 മണിയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ എണീറ്റപ്പോഴാണ് അവൻ ജാനുവേട്ടത്തിയോട് കുഞ്ഞിനെ തിരക്കിയത്. കുറെ വർക്കുണ്ടായിരുന്നു തീർക്കാൻ. കുറച്ചു നേരത്തേക്ക് എനിക്ക് മോളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ദുബായിൽ നിന്നും ലണ്ടനിൽ നിന്നുമൊക്കെ കുറെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. പുതിയ കുട്ടി എങ്ങനെയുണ്ട്? അവൻ ജാനുവേട്ടത്തിയോട് ചോദിച്ചു. കണ്ടിട്ടൊരു പാവം കൊച്ചാ സാറേ. മോളെ വളരെ ശ്രദ്ധയോടെയാ എടുക്കുന്നത്. ഭക്ഷണം കൊടുക്കുമ്പോഴും ഒക്കെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. സാധാരണ രാവിലെ ഞാൻ കുളിപ്പിക്കുമ്പോഴും വൈകുന്നേരം മേല് കഴുകിപ്പിക്കുമ്പോഴും കുഞ്ഞ് നല്ല കരച്ചിലാ, സാറിനറിയാലോ. എന്നാ ഇന്ന് ആവണിയുടെ കൂടെ കളിച്ച് ചിരിച്ചാ കുറുമ്പത്തി മേല് കഴുകിയത്. നല്ല സന്തോഷത്തിലായിരുന്നു കുഞ്ഞിന്ന്. വൈകിട്ട് കൊടുത്ത കുറുക്ക് അത്രയും കുടിച്ചു. തുപ്പുകയൊന്നും ചെയ്തില്ല. ആവണി പുറത്തൂടെയൊക്കെ നടന്ന് പൂന്തോട്ടമൊക്കെ കാണിച്ച് കുറേശ്ശെ കുടിപ്പിച്ചു. രാത്രി ചോറും കഴിച്ചു. ഇപ്പൊ അവളുടെ കൂടെ റൂമിലേക്ക് പോയിട്ടുണ്ട്. ഉറങ്ങിക്കാണും ചിലപ്പോൾ. ഞാൻ അടുക്കളയിൽ പണിയുള്ളത് കാരണം പോയി നോക്കിയിട്ടില്ല. ജാനുവേട്ടത്തി അത് പറഞ്ഞപ്പോൾ എബിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒപ്പം മനസ്സിലേറെ ദുഃഖവും. അവൻ അപ്പോൾ തന്റെ പ്രാണന്റെ പാതിയായ ലക്ഷ്മിയെ ഓർത്തു. ഋതുമോളെ 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിക്കുമ്പോൾ അവൾ എത്ര കൊതിച്ചിട്ടുണ്ടാകും ആ കുഞ്ഞിനോടൊപ്പം ജീവിക്കാൻ. പക്ഷേ യോഗമില്ലാതെ പോയി. ഡെലിവറിക്ക് ശേഷം വന്നൊരു ഇന്റേണൽ ബ്ലീഡിംഗ്. അവളുടെ ജീവൻ പോകുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചു കാണില്ല. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് വന്നപ്പോഴും അവൾ എത്രയോ സന്തോഷത്തിലായിരുന്നു. കുഞ്ഞിനെ വാരിക്കോരി ഉമ്മ കൊടുക്കുകയും പാലൂട്ടുകയും ഒക്കെ ചെയ്തതാണ്. തന്നോടുമേറെ നേരം സംസാരിച്ചിരുന്നു. വൈകിട്ടായപ്പോൾ ബ്ലീഡിംഗ് കൂടിയ പോലെ ഉണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. ഡെലിവറി കഴിഞ്ഞതല്ലേ, പതിവായിരിക്കുമെന്നാണ് താൻ കരുതിയത്. ഡോക്ടർമാരോട് പറഞ്ഞിരുന്നെങ്കിലും അവരും അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷേ രാത്രിയായപ്പോൾ സ്ഥിതി മോശമായി. ബ്ലീഡിംഗ് നിൽക്കാതെ വന്നപ്പോൾ അവൾ ഓർത്തപ്പോൾ എബിയുടെ കണ്ണ് കലങ്ങി. അവൻ അവന്റെ കണ്ണുനീരിനെ ജാനുവേട്ടത്തി കാണാതെ വേഗത്തിൽ തുടച്ചു കളഞ്ഞു. ശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ എടുക്കാനായി അവൻ സ്റ്റെപ്പ് കയറി ആവണിയുടെ റൂമിലേക്ക് നടന്നു. റൂമിനടുത്തെത്തിയപ്പോൾ റൂമിന്റെ വാതിൽ അടച്ചിട്ടില്ലായിരുന്നു. അവൻ മെല്ലെ അതൊന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ടു കട്ടിലിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്ന തന്റെ കുഞ്ഞിനെ, ഒപ്പം കുഞ്ഞിന്റെ അരികിലിരുന്ന് തലയിൽ തലോടി കൊടുക്കുന്ന ആവണിയെയും. ഒരു നിമിഷം അവൻ അങ്ങോട്ട് തന്നെ നോക്കി. കട്ടിലിൽ കുഞ്ഞിന് കിടക്കാനായി നല്ല വൃത്തിയുള്ള വെള്ള തുണി വിരിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ 4 ഭാഗത്തുമായി തലയിണ വെച്ചിട്ടുണ്ട്. കളിപ്പിക്കുന്ന കിലുക്കാമ്പെട്ടി കളിപ്പാട്ടങ്ങൾ 2 കിടക്കയിൽ കുഞ്ഞിനരികിൽ തന്നെയുണ്ട്. സ്വന്തം അമ്മ തലോടി ഉറക്കുന്ന പോലെ കുഞ്ഞിനെ ഉറക്കുന്ന ആവണിയെയും കുഞ്ഞിനെയും എബി ഒരു നിമിഷം അങ്ങനെ നോക്കി നിന്നുപോയി. അവന്റെ മനസ്സപ്പോൾ വല്ലാതെ പിടഞ്ഞു. കണ്ണുകൾ ഇറനണിഞ്ഞു. അവന്റെ മനസ്സിപ്പോഴും അവന്റെ ലക്ഷ്മിയെ ഓർക്കുന്നു. ലക്ഷ്മിക്കായി കൊതിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ കുഞ്ഞിനെ ആവണി കളിപ്പിക്കുമ്പോഴൊക്കെയും അവന്റെ കണ്ണ് നിറയുന്നതിനുള്ള കാരണം. കുഞ്ഞിനെ എടുത്തോട്ടെ? എബി അത് ചോദിച്ചപ്പോഴാണ് വാതിൽക്കൽ എബി നിൽക്കുന്നത് ആവണി കണ്ടത്. എബിയെ കണ്ടതും ആവണി വേഗത്തിൽ കട്ടിലിൽ നിന്ന് എണീറ്റു. എടുത്തോളൂ സാർ, കുഞ്ഞുറങ്ങി, ആവണി പറഞ്ഞു. എബി അപ്പോൾ അകത്തേക്ക് ചെന്നു. ഒന്നും അറിയാതെ നല്ല സുഖത്തിൽ ഉറങ്ങുന്ന അവന്റെ കുഞ്ഞുമണിയെ പതുക്കെ അവൾ ഉണരാതെ എടുത്തു. മോൾ അരികിലില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല. നാളെ രാവിലെ വന്ന് എടുത്താൽ മതി. ആവണി കിടന്നോളൂ.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ വന്നാൽ മതി. ഞാനും ജാനുവേട്ടത്തിയും ഒക്കെ താഴെ തന്നെ ഉണ്ടാകും. അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എബി കുഞ്ഞിനെയും എടുത്ത് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. കുഞ്ഞു പോകുന്നത് ആവണി നോക്കി കണ്ടു. കുറച്ചു സമയം കൊണ്ടാണെങ്കിലും ആ കുഞ്ഞിനോട് അവൾ വല്ലാതെ അടുത്തിരുന്നു. അവളെ പെട്ടെന്ന് എബി എടുത്തുകൊണ്ടു പോയപ്പോൾ ആവണിക്കെന്തോ വല്ലാതെ അവളെ മിസ് ചെയ്യുന്ന പോലെ തോന്നി. ഒപ്പം ആ കുഞ്ഞിനെ നോക്കാൻ ഭാഗ്യം കിട്ടിയതിൽ അവളുടെ മനസ്സേറെ സന്തോഷിച്ചു. ഒരു ജോലി കിട്ടാൻ താൻ ഏറെ കൊതിച്ചിരുന്നു. അമ്മയുടെ ശാപവാക്കുകൾ കേൾക്കാതെ എവിടെയെങ്കിലും താമസിക്കണമെന്നും ജീവിച്ചു പോകാൻ ഒരു ജോലി വേണമെന്നും മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ താൻ ആഗ്രഹിച്ചതിലും എത്രയോ നല്ല ജോലിയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി വേറെ എന്ത് ജോലി എടുത്താലാണ് കിട്ടുക? മനസ്സ് നിറഞ്ഞ തൃപ്തിയോടെ ആവണി കിടക്കാനായിപ്പോയി. എബിയുടെ വീട്ടിൽ ആ വലിയ മുറിയിൽ വലിയ കിടക്കയിലേക്ക് തല ചേർത്ത് കിടക്കുമ്പോൾ അവളുടെ നെഞ്ചുരുകുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വീട്ടിൽ അമ്മ രണ്ടാം വിവാഹം ചെയ്തതുകൊണ്ട് അമ്മയുടെ അരികിൽ കിടന്നിട്ട് നാളേറെയായി. അമ്മയും അയാളും ഒരു മുറിയിലും താൻ തൊട്ടപ്പുറത്തെ കുഞ്ഞു മുറിയിലെ കുഞ്ഞു കട്ടിലിലുമാണ് കിടക്കാറുള്ളത്. ആ കട്ടിലിൽ വെച്ചാണ് അയാൾ എന്നെ. ആവണിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അതിനുശേഷം ജയിലിൽ നിലത്ത് 5 വർഷങ്ങൾ. ശേഷം ശിക്ഷ കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ കിടക്കാൻ ഒരു കട്ടില് പോലും തരാതെ അമ്മ പായെറിഞ്ഞു തന്നു. ഇപ്പോൾ ഇതാ ഇത്ര വലിയ വീട്ടിൽ ഇവിടുത്തെ സാറിന്റെ കുഞ്ഞിനെ കയ്യിലെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. ദൈവം തന്നെ ഇവിടെ എത്തിച്ചല്ലോ. ആവണിക്ക് മനസ്സിൽ സന്തോഷം തോന്നി. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ. പിറ്റേന്ന് രാവിലെ അമ്പലത്തിലെ ഭക്തിഗാനം കേട്ടാണ് ആവണി കണ്ണു തുറന്നത്. പുലർക്കാലത്തിന്റെ മഞ്ഞു വീണ തണുപ്പും ആ വലിയ വീടും ചെവിയിൽ ഉച്ചത്തിൽ മുഴങ്ങുന്ന ക്ഷേത്രത്തിലെ പാട്ടും എല്ലാം കൂടെ കണ്ണു തുറന്നപ്പോൾ ആവണിക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നി. അവൾ കട്ടിലിൽ നിന്ന് എണീറ്റ് പോയി തന്റെ ജനല് തുറന്നു. മഞ്ഞു വീണ് കിടക്കുന്ന ആ വീട്ടുമുറ്റവും പൂന്തോട്ടവും അതിനപ്പുറത്തായി കാണുന്ന റോഡും അങ്ങ് ദൂരെയായി കാണുന്ന ക്ഷേത്രത്തിലേക്കുള്ള ബോർഡും എല്ലാം കൂടെ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അത്. കേരള സാരി ഉടുത്ത പെണ്ണുങ്ങൾ അങ്ങ് ദൂരെ റോഡിന് നടന്നു വരുന്നത് കാണുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയിട്ടുള്ള വരവായിരിക്കും. അവൾ വേഗത്തിൽ അവളുടെ മുടി വാരിക്കെട്ടി. ബാഗ് തുറന്ന് അതിലുണ്ടായിരുന്ന തന്റെ വസ്ത്രങ്ങൾ എടുത്ത് അലമാരയിലേക്ക് അടക്കി വെച്ചു. ശേഷം ഒന്ന് കയ്യിലെടുത്ത് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. വേഗത്തിൽ കുളി കഴിഞ്ഞ് റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ അടുക്കളയിൽ ജാനുവേട്ടത്തി ചായയുടെ പണിയിലായിരുന്നു. ആ മോൾ എണീറ്റോ? ആവണിയെ കണ്ടതും ജാനുവേട്ടത്തി തിരിഞ്ഞു നോക്കി ചോദിച്ചു. ഇവിടെ തൊട്ടടുത്ത് ക്ഷേത്രമുണ്ടല്ലേ? ആവണി ജാനുവേട്ടത്തിയോട് ചോദിച്ചു. അതേ ഉണ്ട്. ദേ ആ മുന്നിൽ കൂടെ കാണുന്ന റോഡിന് നേരെ പോയാൽ കാണുന്നത് ക്ഷേത്രമാ. അവിടെ ഇന്ന് പ്രതിഷ്ഠാ ദിനമാണ്. അതാണ് ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും രാവിലെ പോയി വന്നതാ. കുളിച്ചു മാറ്റി അവിടെ കയറിയിട്ട് വന്നാൽ മനസ്സിനൊരു സന്തോഷമാണ്, ഒരു സമാധാനവും. ദേ ഈ ഇരിക്കുന്ന ചന്ദനം മോളെടുത്ത് തൊട്ടോളൂ. ഞാൻ പോയപ്പോൾ കൊണ്ടുവന്നതാ. ജാനുവേട്ടത്തി പറഞ്ഞപ്പോൾ ആവണി അവിടേക്ക് നോക്കി. അവിടെ ഒരു വാഴയിലയിൽ ചന്ദനവും കുങ്കുമവും പൂവും എല്ലാം ഉണ്ടായിരുന്നു. ആവണി ജാനുവേട്ടത്തി പറഞ്ഞ പോലെ അത് കയ്യിലെടുത്ത് നെറ്റിയിൽ ചെറുതായ ഒരു കുറി തൊട്ടു. ചന്ദനക്കുറി അവളുടെ നെറ്റിയിൽ പതിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഐശ്വര്യം പോലെ മുഖത്തിന്റെ ശോഭ ഒന്നുകൂടി. സാറും കുഞ്ഞും എണീറ്റിട്ടില്ല. കുഞ്ഞെണീക്കാൻ 9 മണിയൊക്കെ ആകും. സാറിന് ഓഫീസിൽ പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ചായക്കുള്ളതൊക്കെ ആയി. ഇഡ്ഡലിയും കറിയും ഒക്കെ. സാറിന് രാവിലെ കാപ്പിയാ പതിവ്. ഞാൻ കാപ്പി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചായ ഇഷ്ടം. പുറത്ത് സെക്യൂരിറ്റി ദാസേട്ടനും കാര്യസ്ഥൻ മോഹനനും ചായ തന്നെയാ വേണ്ടത്. മോൾക്കും ചായ മതിയെങ്കിൽ ദേ കുടിച്ചോളൂ. ജാനുവേട്ടത്തി പറഞ്ഞപ്പോൾ ആവണി അവിടെ ഉണ്ടായിരുന്ന ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് ചായ പകർന്ന് അല്പം ചുണ്ടിൽ വെച്ചു. ജാനുവേട്ടത്തിയുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താണോ? ആവണി അപ്പോൾ ചോദിച്ചു. വീട് ഇത് തന്നെയാണ്, ജാനുവേട്ടത്തി പറഞ്ഞു. ആവണി ഒന്നും മനസ്സിലാകാത്ത പോലെ ജാനുവേട്ടത്തിയെ നോക്കി. പെട്ടെന്ന് ഗ്യാസ് അടുപ്പിലെ തീ സ്ലോ ആക്കി വെച്ച് ജാനുവേട്ടത്തി ഒരു നിമിഷം നിന്നു. ആരുമില്ല മോളെ എനിക്ക്. മക്കളുണ്ടായിരുന്നില്ല. ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങേര് അറ്റാക്ക് വന്ന് മരിച്ചിട്ടിപ്പോ 4 വർഷം കഴിഞ്ഞു. ബന്ധുക്കാർക്ക് ആർക്കും എന്നെ ഏറ്റെടുക്കാൻ മടിയായിരുന്നു. ഒരു കുളത്തിന്റെ കരയിൽ ആകെ 3 സെന്റ് സ്ഥലവും ഞങ്ങൾ താമസിക്കുന്ന കൊച്ചു വീടും മാത്രമേ സ്വന്തമായുള്ളായിരുന്നു. അങ്ങേരുള്ള കാലത്ത് എല്ലാ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും നന്നായി നോക്കിയിരുന്നു. പക്ഷേ അങ്ങേര് മരിച്ചപ്പോൾ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ആളില്ലാണ്ടായി. അവരെല്ലാവരും കൂടി തീരുമാനിച്ച് വൃദ്ധസദനത്തിലാക്കാൻ നിന്നതാ എന്നെ. അപ്പോളാ ഇവിടെ ജോലിക്ക് ആളെ വേണമെന്ന് ഗോപാലൻ പറഞ്ഞത്. അങ്ങനെ ജോലിക്ക് വന്നതാ ഇവിടെ. പിന്നെ ഇവിടെ സ്ഥിരമായി. എബിക്കുഞ്ഞ് എനിക്ക് മോനെപ്പോലെയായി. ലക്ഷ്മിക്കുഞ്ഞ് മോളെപ്പോലെയും. എത്ര സന്തോഷത്തിൽ കഴിഞ്ഞ വീടാണിതെന്നറിയാമോ? മഹാലക്ഷ്മിയെ പോലെ തന്നെ ആയിരുന്നു ലക്ഷ്മി മോള്. കണ്ടാൽ ഭഗവതി മാറി നിൽക്കും. അത്രയ്ക്ക് ഭംഗിയുള്ള കുട്ടിയായിരുന്നു. സ്വഭാവവും അങ്ങനെ തന്നെ. അതിന് ദൈവം നേരത്തെ വിളിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. എബി മാത്രമല്ല, ഞാനും തളർന്നു പോയിരുന്നു ലക്ഷ്മി മോളുടെ മരണം അറിഞ്ഞപ്പോൾ. ഇപ്പൊ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. അവനും ഞാനുമെല്ലാം. പാവമായ എബിമോൻ.
മോള് കുഞ്ഞിനെ നന്നായി നോക്കിയാൽ അവൻ എങ്ങനെ വേണമെങ്കിലും സഹായിക്കും. അതിനാരുമില്ലെന്നേ. അച്ഛനും അമ്മയും ഒക്കെ പണ്ടേ മരിച്ചതാ. കുറെ ബന്ധുക്കളുണ്ട്. പക്ഷേ എല്ലാവർക്കും അവനേക്കാളും സ്നേഹം അവന്റെ സ്വത്തിനോടാ. അതുകൊണ്ടാ ബിസിനസ് ആരെയെങ്കിലും ഏൽപ്പിക്കാൻ അവനൊരു പേടി. കുഞ്ഞിനെ നോക്കാൻ നല്ലൊരാളെ കിട്ടിയാൽ അവന് ബിസിനസ് കാര്യങ്ങൾ നോക്കാമല്ലോ. മോള് കുഞ്ഞിനെ നന്നായി ശ്രദ്ധിച്ചാൽ മതി. ജാനുവേട്ടത്തി അത് പറയുമ്പോൾ കാപ്പിക്ക് വെച്ച പാല് തിളച്ചു തൂവിയിരുന്നു. അവരപ്പോൾ വേഗം ആ പണിയിലേക്ക് കടന്നു. ആവണി ഒരു നിമിഷം എന്തൊക്കെയോ മനസ്സിലോർത്തു. ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളാണല്ലേ. നമുക്ക് നമ്മുടെ വിഷമം വലുതായിരിക്കും. പക്ഷേ അതിലും വിഷമം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ചിരിച്ച മുഖത്തോടെ കാണുന്ന ജാനുവേട്ടത്തിക്കും എബിസാറിനുമൊക്കെ എന്തോരം വിഷമം ഉള്ളിലുണ്ട്. എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിഷമിക്കുന്നവരാണ്. ആ പിഞ്ചു കുഞ്ഞുവരെ അമ്മയില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എത്ര അനുഭവിച്ചു കാണും. അതിന് പാലൂട്ടാനോ കൊഞ്ചിക്കാനോ താലോലിക്കാനോ അതിന്റെ അമ്മയ്ക്കായില്ലല്ലോ. ആവണി ഓരോന്നൊക്കെ ഓർത്തു നിന്നു. അപ്പോഴാണ് ഹാളിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. അത് കേട്ടപാടെ അവൾ വേഗം ഹാളിലേക്ക് ചെന്നു. എബിയുടെ കയ്യിൽ അപ്പോൾ കുഞ്ഞുണ്ടായിരുന്നു. ആവണി വേഗം ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. അയ്യോടാ, കുഞ്ഞുമണി കരയാണോ? ഒന്നുമില്ല വാവേ. അവൾ അവളുടെ തോളിലിട്ട് കുഞ്ഞിനെ തലോടിക്കൊണ്ട് പറഞ്ഞു. എബി അവളെ കണ്ണെടുക്കാതെ ഒരു നിമിഷം നോക്കി നിന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. തന്റെ സ്വന്തം കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ആവണി ഋതുലക്ഷ്മിയെ നോക്കിയത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ആ കുഞ്ഞിനെ നോക്കാൻ കിട്ടിയതാണെന്ന് അവൾക്കറിയാമായിരുന്നു. അവളുടെ സ്നേഹത്തോടെയുള്ള നോട്ടവും പരിചരണവും മനസ്സിലായതുകൊണ്ട് തന്നെ എബിക്ക് അവന്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാനും പറ്റി. പ്രസവിക്കാതെ തന്നെ എല്ലാ അർത്ഥത്തിലും ആവണി ആ കുഞ്ഞിന് അമ്മയാവുകയായിരുന്നു. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വൃത്തിയായി വീടെല്ലാം വൃത്തിയാക്കി വെക്കാൻ സഹായിക്കും. വീട്ടിലെ ജോലികളിൽ സഹായിക്കും. കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും. വളരെ പെട്ടെന്ന് തന്നെ ജാനുവേട്ടത്തിക്കും എബിക്കും അവൾ ഒരുപോലെ പ്രിയപ്പെട്ടവളായി മാറുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ കുഞ്ഞിനെ കൊണ്ട് ആവണിയെ ആന്റി എന്ന് വിളിപ്പിച്ചെങ്കിലും കുഞ്ഞു വിളിച്ചു തുടങ്ങിയപ്പോൾ അത് ആന്റിയമ്മ എന്നായി. അതെ, എബിയുടെ മോൾ ആവണിയെ വിളിക്കുന്നത് ആന്റിയമ്മ എന്നാണ്. കുഞ്ഞിന് അവൾ സ്വന്തം അമ്മയെപ്പോലെ തന്നെയായി. ഒരു പെൺകുഞ്ഞായിരുന്നതുകൊണ്ടും അമ്മ തന്നെ സ്നേഹിക്കാത്ത വിഷമം താൻ അനുഭവിച്ചതുകൊണ്ടും ആവണി അത്ര നന്നായി ആ കുഞ്ഞിനെ നോക്കി. ദിവസങ്ങൾ മുന്നോട്ടു പോയി. 3 വർഷത്തിന് ശേഷമുള്ള ഒരു സന്ധ്യാസമയം എബിയുടെ കാർ വീടിന്റെ കാർ പോർച്ചിൽ വന്നു നിന്നു. കയ്യിലൊരു ലാപ്ടോപ്പുമായി അവൻ അകത്തേക്ക് കയറി. ഹാളിലെത്തി ഒന്ന് മുഖം കഴുകി സോഫയിലിരിക്കുമ്പോൾ ആവണി അവനരികിലേക്ക് കോഫിയുമായി വന്നു. പൊതുവെ ജാനുവേട്ടത്തിയാണ് കോഫി കൊണ്ടു തരാറുള്ളത്. അന്ന് ആവണി കോഫിയുമായി വന്നപ്പോൾ അവൻ അവളെ നോക്കി. ഋതൂട്ടി എവിടെ? അവൻ ആവണിയോട് ചോദിച്ചു. ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. അവിടെ എന്തോ ഭജനയോ ഹോമമോ ഒക്കെ ഉണ്ടല്ലോ. ജാനുവേട്ടത്തി കുഞ്ഞിനെ കൊണ്ടുപോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു. ആവണി ഒപ്പം പോയില്ലേ? എബി അത് ചോദിച്ചുകൊണ്ട് ഒരു കവിൾ കോഫി മുത്തി. ഇല്ല പോയില്ല, ആവണി മെല്ലെ പറഞ്ഞു. എന്തുപറ്റി? ആവണിക്കും പോയിക്കൂടായിരുന്നോ? മോൾക്കൊരു കൂട്ടായിരുന്നല്ലോ. എബി കോഫി കുടിക്കുന്നതിനിടയിൽ വളരെ സൗമ്യമായി ചോദിച്ചു. ഇല്ല, എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാ പോകാഞ്ഞത്. ആവണി സ്വരം താഴ്ത്തി പറഞ്ഞപ്പോൾ എബി കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നിർത്തി. പീരീഡ്സ് ആയിട്ടായിരിക്കും അവൾ പോകാത്തതെന്ന് അവൻ അപ്പോൾ മനസ്സിലായി. അവൻ നോക്കിയപ്പോൾ അവളുടെ മുഖം ആകെ വല്ലാതിരിക്കുന്നുണ്ട്. ആകെ ഒന്ന് വാടിയതുപോലെ. ക്ഷേത്രത്തിൽ പോയില്ലെന്ന് അവൾ പറഞ്ഞതും മുഖം വാടി തളർന്നിരിക്കുന്നതും കൂടെ കണ്ടപ്പോൾ പീരീഡ്സിന്റെ വേദന ആയിരിക്കുമെന്ന് അവന് മനസ്സിലായി. അവൻ പിന്നെ ഒന്നും പറയാതെ കോഫി കുടിച്ച് ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. ശേഷം അവൻ ഡ്രസ്സ് മാറാനായി അവന്റെ റൂമിലേക്ക് പോയി. ഡ്രസ്സ് എടുക്കാനായി അലമാര തുറന്നപ്പോൾ അതിൽ കണ്ടു അവന്റെ ലക്ഷ്മിയുടെ ചിരിക്കുന്ന ഫോട്ടോ. റൂമിലോ മറ്റെവിടെയും തന്നെ അവൻ ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ചിട്ടില്ല. കണ്ടാൽ മനസ്സ് വേദനിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് വെക്കാത്തത്. തനിക്ക് മാത്രമല്ല, ജാനുവേട്ടത്തിക്കും. അലമാരയിൽ ഒരിടത്ത് മാത്രം അവളുണ്ട്. എന്നും അലമാര തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും അവൻ അവളെ കാണാൻ. അന്നും ഡ്രസ്സ് മാറാനായി അലമാര തുറന്നപ്പോൾ അവൻ ലക്ഷ്മിയെ തന്നെ നോക്കി നിന്നു. പീരീഡ്സിന്റെ വേദന കൊണ്ട് പുളയുന്ന ലക്ഷ്മിയെയാണ് അവൻ അപ്പോൾ ഓർമ്മ വന്നത്. താൻ അവൾക്ക് ഹോട്ട് ബാഗിൽ വെള്ളം ചൂടാക്കി വയറ്റത്ത് വെച്ചു കൊടുക്കുന്നതും കാലിൽ തടവി കൊടുക്കുന്നതുമൊക്കെ എബിയുടെ മനസ്സിലേക്ക് ഓടി വന്നു. ലക്ഷ്മി പോയിട്ട് വർഷം 4 ആവാനായെങ്കിലും അവളെ ഓർക്കുമ്പോൾ എബിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം, ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് അവൾ പോയില്ലേ. ഇന്ന് മുഖം വാടി തളർച്ചയോടെ കണ്ട ആവണിയുടെ മുഖം ഓർത്തപ്പോഴും അവന് ലക്ഷ്മിയെയാണ് ഓർമ്മ വന്നത്. പ്രസവത്തിന് 3 ദിവസം മുൻപ് ഒരു ദിവസം പൂന്തോട്ടത്തിലിരുന്ന് ലക്ഷ്മിയുമായി കളി പറയുമ്പോൾ അവൾ പറഞ്ഞത് അവൻ ഓർത്തു. എബിച്ചായ, പ്രസവത്തിൽ എത്രയോ പെണ്ണുങ്ങൾ മരിക്കുന്നു. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ എബിച്ചായൻ ഒറ്റയ്ക്കാവരുത് കേട്ടോ. നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടുകയാണെങ്കിൽ എബിച്ചായൻ കൂടെ കൂട്ടിയേക്കണം. അന്ന് അവളത് പറഞ്ഞപ്പോൾ എബി അവളോട് ചൂടാകുകയാണ് ഉണ്ടായത്. നീ വെറുതെ കളി പറയല്ലേ ലക്ഷ്മി. നല്ലതൊക്കെ പറഞ്ഞിരിക്കേണ്ട സമയത്ത് നീ എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്? നിനക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ ഞാനുണ്ടാവുമോ?
എബി ചോദിച്ചത് അവന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അന്ന് അവളോട് താൻ പറഞ്ഞത് ശരിയാണ്. അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ താനില്ല. പിന്നെ എങ്ങനെ അവളില്ലാതെ ഈ 4 വർഷത്തോളം താൻ ജീവിച്ചു? അവൻ അപ്പോൾ ഓർമ്മ വന്നത് അവന്റെ കുഞ്ഞുമണിയുടെ മുഖമാണ്, ഋതുട്ടി. അവളെ തന്റെ കയ്യിൽ ഏൽപ്പിച്ചാണ് ലക്ഷ്മി പോയത്. അവളെ കൊല്ലാനാവാത്തത് കൊണ്ട് മാത്രം അവൾക്ക് വേണ്ടി ജീവിച്ചതാണ് താൻ. പക്ഷേ എത്ര കാലം ഒരു കൂട്ടില്ലാതെ മുന്നോട്ടു പോകും? ഋതുട്ടിക്ക് ആവണി എന്ന് വെച്ചാൽ ജീവനാണ്. അവളെ ഞാൻ കൂടെ കൂട്ടിക്കോട്ടെ ലക്ഷ്മി. നിന്നോളം കാണാൻ കഴിയുമോ എന്നറിയില്ല, എങ്കിലും എനിക്ക് അവളെ ഇഷ്ടമാണ്. 3 വർഷമായി അവൾ ഇവിടെ ജോലിക്ക് നിൽക്കുന്നു. ഇന്ന് വരെ ഒരു കുഴപ്പവുമില്ല. എനിക്ക് മാത്രമല്ല, നമ്മുടെ മോൾക്കും. അവൾക്കൊരമ്മയായി ഞാൻ കൂടെ കൂട്ടിക്കോട്ടെ. എബി അത് ആലോചിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി അങ്ങനെ നിന്നു. ആവണി. വയറുവേദന സഹിച്ചുകൊണ്ട് കട്ടിലിൽ ചുരുണ്ട് കിടക്കുന്ന ആവണി ആ വിളി കേട്ടപ്പോഴാണ് പെട്ടെന്നൊന്ന് ഞെട്ടിയത്. നോക്കുമ്പോൾ എബി തന്റെ റൂമിൽ നിൽക്കുകയാണ്. എബിയെ കണ്ടതും അവൾ വേഗം കട്ടിലിൽ നിന്ന് എണീറ്റു. ഋതുട്ടി വന്നോ സാറേ? അവൾ അപ്പോൾ അവനോട് ചോദിച്ചു. ഇല്ല, വന്നിട്ടില്ല. ഞാൻ വന്നത്. അവൻ അവളെ നോക്കി. അവന്റെ കയ്യിൽ അപ്പോൾ ഒരു ഹോട്ട് ബാഗ് ഉണ്ടായിരുന്നു. പീരിയഡ്സിന്റെ വേദനയ്ക്ക് വയറ്റത്ത് ചൂട് പിടിക്കുന്ന ബാഗ്. അവൻ അത് അവൾക്ക് നേരെ നീട്ടി. ഇത് ലക്ഷ്മിയുടേതാണ്. അവളുടേതൊന്നും ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ആവണിയെ കണ്ടപ്പോൾ എന്തോ ഇത് തരണമെന്ന് തോന്നി. ഇതിനകത്ത് ഞാൻ ചൂടുവെള്ളം നിറച്ചിട്ടുണ്ട്. ആവണി വയറ്റിൽ വെച്ച് കിടന്നോളൂ. പീരിയഡ്സിന്റെ വേദനക്ക് ശമനം കിട്ടും. താൻ പറയാതെ തന്നെ തന്റെ അവസ്ഥ മനസ്സിലാക്കിയ എബിയെ അവൾ ഒന്ന് നന്നായി നോക്കി. ഒരു മടിയോടെ ആണെങ്കിലും അവൾ കൈനീട്ടി അത് വാങ്ങി. ലക്ഷ്മിയുടെ സാരിയും ചുരിദാറും മറ്റു പലതും അലമാരയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. വർഷം 3 കഴിഞ്ഞെങ്കിലും ഒന്നിനും പഴക്കം പറ്റിയിട്ടില്ല. അതിലേതു വേണമെങ്കിലും ആവണിക്ക് ഉപയോഗിക്കാം. അതൊന്നും ധരിക്കാൻ അവൾ ഇനി വരില്ലല്ലോ. എബി പറയുമ്പോൾ ആവണി അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എബി അപ്പോൾ അവളെയും ഒന്ന് നന്നായി നോക്കി. ശേഷം ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ആവണിയെ. എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടത്തിനപ്പുറം ഇപ്പോൾ എനിക്കെന്തോ ആവണിയെ ജീവിതത്തിലേക്ക് കൂട്ടിയാലോ എന്ന് തോന്നുന്നുണ്ട്. ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞേ എനിക്ക് ശീലമുള്ളൂ. കുറച്ചായി ഞാനിത് മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ചോദിക്കണമെന്ന് തോന്നി. ഒരു കുഞ്ഞു താലി ഞാൻ വെച്ച് നീട്ടിയാൽ അതിന്റെ സുരക്ഷിതത്വത്തിൽ എന്റെ ഭാര്യ ആവാമോ? എന്റെ കുഞ്ഞിന്റെ അമ്മയാവാമോ? അവൻ അത് ചോദിക്കുമ്പോൾ ആവണി അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ആവണി എന്താ ഒന്നും പറയാത്തത്? എബി വീണ്ടും ചോദിച്ചു. സാർ, എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ സാറിന് അറിയാലോ. അവൾ എന്തൊക്കെയോ പറയാൻ വന്നപ്പോൾ എബി അവളെ തടഞ്ഞു. കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം ആവണി. 3 വർഷമായില്ലേ നീ ഇവിടെ നിൽക്കുന്നു. ഈ 3 വർഷം കൊണ്ട് എനിക്ക് നിന്നെ നല്ല പരിചയമാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എൻ്റെ മോൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിച്ചോട്ടെ? അത്രമേൽ പ്രണയത്തോടെ അവനത് ചോദിക്കുമ്പോൾ ആവണി അവനെ നോക്കി കരഞ്ഞുപോയി. ജീവിതത്തിൽ തനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഭാഗ്യമാണ് ഇപ്പോൾ എബിയുടെ നാവിൽ നിന്നും വന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. ഒന്നും പറയാതെ മുഖം പൊത്തി അവൾ കരയുമ്പോൾ എബി അവളുടെ അരികിലേക്ക് നിന്നു. അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി. നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകൾ അവൻ പതിയെ തുടച്ചു കൊടുത്തു. അവളുടെ കയ്യിൽ നിന്നും ആ ഹോട്ട് ബാഗ് വാങ്ങി അവളുടെ വയറ്റിന്മേൽ ചേർത്തു വെച്ചു. എന്നിട്ടൊരു കൈകൊണ്ട് അവളെ അവനോട് ചേർത്തു പിടിച്ചു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പീരിയഡ്സിന്റെ കടുത്ത വേദനയെ കുറയ്ക്കാനാകുന്ന ഒരാണിന്റെ കരുതൽ അവളെ വന്നു മൂടി. അവൾ അപ്പോഴും കരയുകയായിരുന്നു. എനിക്ക് വേണം ആവണി നിന്നെ. ലക്ഷ്മിക്കും സന്തോഷമാകും. ഞങ്ങളുടെ മോളെ അത്രമേൽ നീ സ്നേഹിക്കുന്നുണ്ടല്ലോ. അവൻ അത് പറഞ്ഞ് അവളെ തന്നോട് ചേർത്തു പിടിക്കുമ്പോൾ, സ്നേഹം കൊണ്ട് പൊതിയുമ്പോൾ അവൾ അവന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുകയായിരുന്നു. പൈസയോ സമ്പത്തോ പദവിയോ ഒന്നും നോക്കിയല്ല, തന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ തയ്യാറായ ആ ആണിനു മുൻപിൽ അവൾ ചേർന്നലിഞ്ഞുപോയി. അതെ, പെണ്ണിന്റെ മാനത്തെ കവർന്നെടുക്കുന്ന ആണെന്ന് പറയുന്ന ചിലർക്കിടയിൽ പെണ്ണിനെ കരുതലോടെയും അഭിമാനത്തോടെയും സ്നേഹത്തോടെയും ചേർത്ത് പിടിക്കുന്ന ആൺകരങ്ങൾ ഏറെയുണ്ട്. അക്ഷരം തെറ്റാതെ നമുക്കവരെ വിളിക്കാം ആൺകുട്ടികളെന്ന്. അതെ, എബി നല്ലൊരാൺകുട്ടിയാണ്. നല്ല മനസ്സുള്ള ആൺകുട്ടി. അവന്റെ വീട്ടിൽ 3 വർഷത്തോളം ആവണി ഉണ്ടായിട്ടും അന്നാണ് ആദ്യമായി അവൻ അവളെ തൊട്ടത്. ആ തൊടലിൽ അവൻ അവളെ തന്റെ പ്രാണനോട് ചേർക്കുകയും ചെയ്തു. സ്നേഹം കൊണ്ട് മൂടി, കരുതൽ കൊണ്ട് പൊതിഞ്ഞു. നിറഞ്ഞ സ്നേഹത്തോടെ അവർ രണ്ടുപേരും ഒന്നായി.